നിങ്ങളുടെ സൂത്രം ഏതാണ്? ജന്മാദ്യസ്യ യതഃ അല്ലേ? ഈ സൂത്രത്തിലൂടെ സ്വരൂപ ലക്ഷണമാണോ അഥവാ തടസ്ഥ ലക്ഷണമാണോ പറയുന്നത്? തടസ്ഥ ലക്ഷണം. തടസ്ഥ ലക്ഷണം നമ്മൾ ടീക്കയിലൊന്ന് കാണിച്ചിരുന്നു. ഇത് സ്വരൂപവുമാണ്. അതെവിടെയാ? യതഃ എന്ന് പറയുന്ന സ്ഥലത്തെ ഏതൊരു ബ്രഹ്മത്തിൽ നിന്നാണോ ഈ ജഗത്തുണ്ടാവുന്നത്, ആ ബ്രഹ്മസ്വരൂപം ഏതായിരിക്കും? സത്യജ്ഞാന സുഖാത്മക സ്വരൂപനായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ സ്വരൂപത്തെ എടുത്തു കഴിഞ്ഞാൽ അത് തടസ്ഥ ലക്ഷണമാണ്. പക്ഷെ അത്രയും ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല അവര്. അതായത് ജഗത്തിന്റെ കാരണത്വം പറയുമ്പോൾ ഇതെന്തിനാ ജഗത്തിന്റെ കാരണത്വം പറയുന്നത്? ജഗത്തിനൊരു കാരണം ഉണ്ടെന്ന് അറിയിക്കാനാണോ? ഇതിന്റെ ഉദ്ദേശം എന്താന്ന് പറ. ജഗത് കാരണത്വം പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ജഗത്തിനെ മാനിച്ചുകൊണ്ട് പറയുന്നതാണ്. ജന്മാദികളെ അത് മാനിക്കാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ പറയുന്നത് ചോദിച്ചത്. വാസ്തവത്തിൽ ജഗത്ത് ഇല്ല എന്നതും അങ്ങനെ ഒരു ജഗത്ത് ഉണ്ട് എങ്കിൽ അത് ബ്രഹ്മത്തിൽ നിന്നും കൽപ്പിതമായതാണെന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടി. അധിഷ്ഠാന ബ്രഹ്മത്തെ മനസ്സിലാക്കിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ജഗത് കാരണത്വത്തെ നിരൂപിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ ജഗത്തില് നമ്മൾ വാസ്തവ ബുദ്ധി ഉള്ളതിനാൽ രണ്ടും കൂടി ചേർന്നിട്ടായിരിക്കും. അതായത് അദ്വൈത സിദ്ധേഹി ജഗത് മിഥ്യാത്വ ദർശന പൂർവകത്വ എന്ന് പറയത്തില്ലേ, നിങ്ങളുടെ ഫണ്ടമെന്റൽ തിയറിയാണ്. ഈ ജഗത്ത് മിഥ്യ ആയതുകൊണ്ടാണ് അധിഷ്ഠാനം മാത്രം അവശേഷിക്കുന്നത്. നമ്മൾക്കാണെങ്കിൽ ഈ ജഗത്തിൽ വാസ്തവ ബുദ്ധി ഉണ്ട് താനും. ഈ വാസ്തവ ബുദ്ധിയുടെ അപാകരണം നിരാകരണം നടന്നില്ലെങ്കിൽ അധിഷ്ഠാന ബ്രഹ്മബോധം ഉണ്ടാവത്തില്ല. അപ്പോൾ നിരാകരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ജഗത് കാരണത പറയും. അതെങ്ങനെയാണ് നിരാകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ജഗത് കാരണത പറയുന്നത്? അതായത് ഏകനായിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് ഈ ജഗത് ഉത്പന്നമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും ഇങ്ങനത്തെ ഒരു ഉത്പത്തി ഇല്ലായിരുന്നു, ആവിദ്യകമായിട്ട് ഉത്പത്തി ഉണ്ടായിട്ടുള്ളൂ, ആയതിനാൽ ജഗത്ത് ഒരു വസ്തുവേ അല്ല. പിന്നെ അവശേഷിക്കുന്ന ആരാ? അവിദ്യ എന്നുള്ള വസ്തു മാത്രമാണ്. അതായത് കാര്യമില്ലെങ്കിൽ പിന്നെ കാരണം അവശേഷിക്കും. ആ കാരണത്തിന്റെ സ്വരൂപത്തെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും? അത് ബ്രഹ്മത്തിൽ അധ്യസ്ഥമാണ്. നിങ്ങളുടെ 49ാമത്തെ പേജിൽ അല്ലേ? സ തർക്കപാതി വിസ്തരേണ ഭക്ഷ്യതേ അധുന സംക്ഷേപേണ താം ദർശയതി. ഇപ്പോൾ നമ്മൾ സംക്ഷേപിച്ചിട്ട് താദൃശ യുക്തികൾ അവതരിപ്പിക്കുകയാണ് ഭാഷ്യത്തില്. യഥോക്ത, ഭാഷ്യത്തിലെ 3-ാം പങ്ക്തി, 49ാം പേജ് 3-ാം പങ്ക്തി. യഥോക്ത വിശേഷണത്തെ ജഗതോ, യഥോക്ത വിശേഷണം ഈശ്വരം മുക്ത്വാ അന്യതഃ പ്രധാനാത് അചേതനാത് അണുഭ്യോ അഭാവാത് സംസാരണോ വാ ഉത്പാദയിതും സംഭാവയിതും ശക്യം, ഉത്പത്തിയാദി സംഭാവയിതും ശക്യം. യഥോക്ത വിശേഷണത്തെ ജഗത, ഈ മുമ്പ് പറയപ്പെട്ടിരിക്കുന്ന വിശേഷണത്തോടു കൂടിയിരിക്കുന്ന ജഗത്തിന് യഥോക്ത വിശേഷണം ഈശ്വരം മുക്ത്വ എന്ന ഒഴിച്ചിട്ട് എന്നർത്ഥം. അതായത് സർവജ്ഞത്വാദി വിശിഷ്ടനായിരിക്കുന്ന സർവജ്ഞനും സർവ നിയാമകനുമായിരിക്കുന്ന ഈശ്വരനെ ഒഴിച്ചിട്ട് പ്രധാനത്തിൽ നിന്നോ, അചേതനമായിരിക്കുന്ന പ്രധാനത്തിൽ നിന്നോ, അണുക്കളിൽ നിന്നോ, അഭാവത്തിൽ നിന്നോ, സംസാരിയായിരിക്കുന്ന ഹിരണ്യഗർഭനിൽ നിന്നോ ഈ ജഗതഃ ഉത്പത്തിയാദി ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി പ്രളയം ഇവയൊന്നും തന്നെ സംഭാവിതും ശക്യം, സംഭവിക്കാൻ പറ്റത്തില്ല. ഇത് ഇന്നലെ എടുത്ത ഭാഗമാണ്. ഇതിന്റെ ടീക്ക നോക്കിയോ. നാമരൂപാഭ്യാം വ്യാകൃതസ്യ ഇത്യാദിനാച ചതുർണാം ജഗത് വിശേഷണാനാം വ്യാഖ്യാന അവസരെ പ്രധാനശൂന്യോ സംസാരണസ്യ നിരാസോ ദർശിതഃ. നാമരൂപാഭ്യാം വ്യാകൃതസ്യ ഇത്യാദിന, ഇതെവിടെ വന്നത്? നാമരൂപാം വ്യാകൃതസ്യ ഇന്നലത്തെ പ്രസംഗമല്ലേ, ഓർമ്മയുണ്ടോ? 47-ല് താഴെ 2-ാം പങ്ക്തി. അസ്യ ജഗതോ നാമരൂപാഭ്യാം വ്യാകൃതസ്യ. ഈ സ്ഥലത്ത് തന്നെ ഇത്യാദിനാം ച ചതുർണാം, അവിടെ 4 വിശേഷണങ്ങൾ പറഞ്ഞിരുന്നു. ജഗത് വിശേഷണാനാം, ഇവയുടെ വ്യാഖ്യാനാവസരേ പ്രധാന ശൂന്യോഹോ സംസാരണശ്ച നിരാശോ ദർശിതഃ. പ്രധാനവും ജഗത്തിന്റെ കാരണമല്ല, ശൂന്യവും ജഗത്തിന്റെ കാരണമല്ല, സംസാരിയായിരിക്കുന്ന ഹിരണ്യഗർഭൻ സംസാരത്തിന്റെ കാരണമല്ല എന്നുള്ളത് നമ്മൾ ടീക്കയിൽ തന്നെ മുമ്പ് കാണിച്ചതാണ്. അതുകൊണ്ട് വിശദീകരണം കൊടുക്കുന്നില്ല. പരമാണുനാം അചേതനാച്ച സ്വതഃ പ്രവൃത്തി അയോഗാത്, അതായത് ന്യായായിക സിദ്ധാന്തത്തിനനുസരിച്ച് പരമാണുക്കളാണ് ഉപാദാന കാരണം, ഈശ്വരനാണ് നിമിത്ത കാരണം. പക്ഷെ പ്രശ്നം എന്താണ്? ആ പരമാണുക്കൾ സ്വന്തം നിലയ്ക്ക് ജഗത് കാരണങ്ങളാവത്തില്ല. അതെന്തുകൊണ്ടാ? അചേതനങ്ങളാണ്. അചേതനാനാം സ്വതഃപ്രവൃത്തി ആയുഗാത്, അചേതനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് പ്രവൃത്തി ഉണ്ടാവത്തില്ല. എന്തിനാ പ്രവൃത്തി? പരമാണുക്കൾ ചേർന്നിട്ട് ദുണുകവും, ദുണുകൾ ചേർന്നിട്ട് ത്രണുകവും, ത്രണുകങ്ങൾ ചേർന്നിട്ട് ചതുരണക രൂപത്തിലാണ് ജഗത് ഉത്പന്നമാവുന്നത് എന്ന് അവർ മാനിക്കുന്നത് കൊണ്ട് പറയാണ്
അവയുടെ സ്വന്തം നിലയ്ക്കുള്ള കൂടിച്ചേരലുകൾ നടക്കത്തില്ല. ജീവാന്യസ്യ ജ്ഞാനശൂന്യത്വ നിയമേന അനുമാനാത്. ഇവിടെ ഇപ്പോൾ ജീവൻ ഉദ്ദേശിച്ച ആത്മാവെന്ന അർത്ഥത്തിലാണ്. ആത്മാന്യ വസ്തുവിൽ ജ്ഞാനം ഇരിക്കത്തില്ല, ജ്ഞാനം ആത്മാവിൻ്റെതാണ്. അതുകൊണ്ട് എന്ത് പറ്റി? പരമാണുക്കൾ ജ്ഞാനം ഉണ്ടാവത്തില്ല എന്ന് അനുമാനം നടത്താൻ പറ്റുന്നതുകൊണ്ട് സർവേശ്വര സിദ്ധവും, ഇനി സർവേശ്വരൻ സിദ്ധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മതത്തിൽ സർവേശ്വരൻ ഇല്ല എങ്കിൽ എന്ത് പറ്റും? ശേഷം പ്രേരകഭാവാത്, പരമാണുക്കളുടെ പ്രേരകനായിരിക്കുന്ന ഒരു ചേതനൻ ഇല്ലാതെ പോകും ഈശ്വരൻ. അന്നപ്പോൾ എന്ത് പറ്റും? അവിടെ നിന്ന് ജഗത്തിന്റെ ഉത്പത്തി സംഭവിക്കത്തില്ല. ആയതിനാൽ ജഗദാരംഭകത്വ സംഭവതി ഭാവ, ജഗത്തിന്റെ ആരംഭകൻ ആരും നിലനിൽക്കത്തില്ല. എപ്പോൾ? ഈശ്വരനെ മാനിക്കുന്നില്ല എങ്കിൽ. അപ്പൊ ഈശ്വരനെ മാനിച്ചെങ്കിൽ മാത്രമേ പരമാണുക്കളിൽ നിന്ന് പോലും ജഗത് ഉത്പന്നമാകത്തുള്ളൂ. എന്ന് കരുതിയിട്ട് വേദാന്തത്തിൽ പരമാണുവിൽ നിന്ന് ജഗത് ഉത്പന്നമാവുന്നു എന്നുള്ള മതമൊന്നുമില്ല. കൽപ്പന മാത്രമാണ് ജഗത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്ന അർത്ഥം വാസ്തവ സൃഷ്ടിയില്ല. എപ്രകാരം സ്വപ്നത്തിൽ ജീവന്റെ കൽപ്പന കൊണ്ട് സ്വപ്നലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ, ഇതേപോലെ ജാഗ്രത ജഗത്തും ഇതേ ജീവന്റെ കൽപ്പന കൊണ്ട് തന്നെ മാത്രമാണ്. നമ്മൾ പറയും ഈശ്വര കൽപ്പന എന്ന്, അത് സൃഷ്ടി ദൃഷ്ടിവാദം മുൻനിർത്തി പറയുന്നതാണ്. മാനിച്ചോ കുഴപ്പമൊന്നുമില്ല. മുഖ്യ സിദ്ധാന്തം കുറച്ചേ പറയത്തുള്ളൂ, കാരണം അത് ജനങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. അതാണ് ദൃഷ്ടി സൃഷ്ടിവാദം, ഏകജീവവാദം ഇതൊക്കെയായിട്ട് കയറി വരിക. അതാണ് സിദ്ധാന്തം. പക്ഷെ ജനങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈശ്വര കാരണവാദം കൊണ്ടുവെക്കുന്നു. സ്വഭാവാദേവ വിചിത്രം ജഗതിഥി ലോകായത സംപ്രത്യാഹ. ഇത് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു വസ്തുവിന് കാരണം ആവശ്യമൊന്നുമില്ല, അത് അതിന്റെ സ്വഭാവം കൊണ്ട് നടന്നോളും. സ്വഭാവാദേവ വിചിത്രം ജഗത്, സ്വഭാവം കൊണ്ട് മാത്രമാണ് വിചിത്ര ജഗത്ത് ഉണ്ടായതെന്ന് പറഞ്ഞാല് ഈ വിചിത്ര ജഗത്തിന് കാരണങ്ങളൊന്നുമില്ല, അത് അതിന്റെ സ്വഭാവമാണ്. സ്വഭാവവാദം വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല, കാര്യകാരണഭാവം നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻവെൻഷൻ നിങ്ങൾ നടത്തേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താ? നിങ്ങൾ ഏതിനാ തെരഞ്ഞു പോകുന്നത്? കാരണത്തെ തെരഞ്ഞല്ലേ പോകുന്നത്. കാര്യകാരണഭാവം ഇല്ലെന്നെങ്കിൽ പിന്നെ എന്തിനാ തെരയാതിരുന്നത്? അപ്പോൾ ലോകായുധ മതം, ലോകത്തിൽ ലോകെ ആയുധം ലോകായുധം വിസ്തൃതം, ലോകത്തിലെ ശരിക്ക് വേദാന്തം ഒന്നല്ലല്ലോ വിസ്തരിച്ചിരിക്കുന്നത്, പിന്നെയോ ചാർവാക സിദ്ധാന്തമാണ്, മെറ്റീരിയലിസമാണ്. അവരെ കുറിച്ച് അത്തം പ്രത്യാഹ, അതിനെക്കുറിച്ച് എതിരഭിപ്രായം പറയാണ് സിദ്ധാന്തി ഭാഷ്യം കണ്ട ഒരു ഭാഗം. എന്നുവെച്ചാ സ്വഭാവതഃ, സ്വഭാവം കൊണ്ട് ഈ ജഗത്തിന്റെ ഇത്രയും വിചിത്രമായിരിക്കുന്ന ജഗത്തിന്റെ ഉത്പത്തി ഉണ്ടാവത്തില്ല. ഇതിന്റെ ബാക്കി ഭാഗം ടീക്കാൻ നോക്കും, എന്നിട്ട് ഭാഷ്യത്തിലേക്ക് വരാം. ജഗത ഉത്പത്തിയാദി സംഭാവിതും ന ശക്യമിത്യ അന്വയ. ഇവിടെ കുറച്ച് കാര്യം കൂട്ടിച്ചേർത്ത് ആദ്യം മനസ്സിലാക്കുക. ന സ്വഭാവതഃ, ജഗത്തിന്റെ ഉത്പത്തിയാദികൾ സംഭവിക്കത്തില്ല. ജഗത്ത് സ്വന്തം നിലയ്ക്ക് സ്വന്തം സ്വഭാവം കൊണ്ട് തന്നെ ഉത്പന്നമാവുന്നു, സ്ഥിതമാവുന്നു, ലയമാവുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ബാക്കി ടീക്ക തന്നെ നോക്കിയോ, ഭാഷ്യം തന്നെ നോക്കിയോ. വിശിഷ്ട ദേശകാല നിമിത്താനം ഇഹ ഉപാദാനാത്, ഈ ജഗത്തിന്റെ സൃഷ്ടിക്കായിട്ട് വിശിഷ്ടമായിരിക്കുന്ന ദേശം വേണം, കാലം വേണം, നിമിത്തം വേണം. ഉപാദാനം എന്ന് പറഞ്ഞാൽ കാരണരൂപത്തിൽ ഇരിക്കുന്നുണ്ട്. ആയതിനാൽ കാരണരഹിതമായിട്ടല്ല ജഗത്ത് ഇരിക്കുന്നത് എന്നർത്ഥം. ടീക്ക നോക്കി കഴിഞ്ഞ് വെച്ച് കിം സ്വയമേവ സ്വസ്യ ഹേതുരുതി സ്വഭാവ, അതായത് സ്വഭാവ ശബ്ദത്തിന്റെ അർത്ഥം ചോദിക്കുകയാണ്. നിങ്ങൾ ഈ സ്വഭാവം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? താൻ തനിക്ക് തന്നെ ഹേതുവാകുന്നത് കൊണ്ട് സ്വഭാവം എന്ന് പറയുകയാണോ എന്ന് പറഞ്ഞാല് ഈ ജഗത്തിന്റെ സ്വഭാവമാണ് ഉത്പത്തി, സ്ഥിതി, ലയം. അതിന്റെ അർത്ഥം എന്താ? ജഗത്ത് സ്വയം തന്നെ ഉത്പത്തിക്ക് ഹേതുവാകുന്നു, താൻ തന്നെ തനിക്ക് ഹേതുവാകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഉത എന്ന് പറയുന്ന അർത്ഥം അഥവാ കാരണ അനപേക്ഷത്വം, കാരണത്തെ അപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണോ സ്വഭാവം? പറയാണ് ആദ്യപക്ഷം ശരിയല്ല. ആത്മാശ്രയാത്, തന്റെ ഉത്പത്തിക്ക് തന്നെ തന്നെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ താൻ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ തന്നെ ആശ്രയിക്കും? ഒന്ന്. രണ്ടാമത്തത് തന്നെ തന്നെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാല് ആത്മാശ്രയ ദോഷം വരും. ഉത്പത്തിയിൽ ആത്മാശ്രയം പറയാണ്, തന്നെ ആശ്രയിച്ചിട്ട് തന്റെ തന്നെ ഉത്പത്തി, അതെങ്ങനെ സംഭവിക്കും? രണ്ടാമത്തത് പറയാണ് ഇന്ന ദ്വിതീയ പക്ഷം എന്താ? കാരണത്തെ ആശ്രയിക്കാതെ ഉത്പന്നമാകുന്നു. അതിനാണ് ഭാഷ്യത്തിൽ ബാക്കി ഭാഗം ഉത്തരം പറയുന്നത് 50-ാം പേജില്. വിശിഷ്ടമായിരിക്കുന്ന ദേശത്തെയും കാലത്തെയും നിമിത്തത്തെ ആശ്രയിച്ചിട്ട് മാത്രമാണ് ജഗത് ഉത്പന്നമാകുന്നത്. നിങ്ങളുടെ സാഖ്യസൂത്രത്തിൽ ഒന്നുണ്ട്, അസദ് അഗ്രഹണാത് ഉപാദാന ഗ്രഹണാത് സർവസംഭവ അഭാവാത് കാരണഭാവാച്ച സത്കാര്യം. നിങ്ങളുടെ സാഖ്യ മലയാളം ഉണ്ടല്ലോ, അതിന്റെ 9-ാമത്തെ കാര്യം എടുത്തു. അസദഗ്രഹണാത്, അസത്തിൽ നിന്ന് ഉത്പന്നമാവാത്തതിനാൽ, ഉപാദാന ഗ്രഹണാത് കാര്യോത്പത്തിക്കായിട്ട് കാര്യത്തിന്റെ ജനകൻ അതിന്റെ ഉപാദാന കാരണത്തെ ആശ്രയിക്കുന്നത് കൊണ്ട്, ഘടത്തിന്റെ ജനകനായിരിക്കുന്ന കുലാലൻ ഘടത്തിന്റെ ഉപാദാനമായിരിക്കുന്ന മൃത്തിനെ ആശ്രയിക്കുന്നത് കൊണ്ട് കാരണം പറയാണ്. ഉപാദാന ഗ്രഹണാത് സർവസംഭവ അഭാവാത്, അഭാവം എന്നുള്ളത് എവിടെ ഇല്ലാത്തത്?
എല്ലാവിടെയും ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതിന്റെ ഉത്പത്തി എവിടെ നിന്നും നടന്നേ? തൈലം ഉണ്ടാക്കാൻ എള്ളിന്റെ ആവശ്യമില്ലായിരുന്നു എണ്ണ ഉണ്ടാക്കാൻ. തേങ്ങയുടെ ആവശ്യം വരത്തില്ലായിരുന്നു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ. എന്തുകൊണ്ടാ? തേങ്ങയുടെ അഭാവം മണ്ണിലില്ലേ? മണ്ണ് പിഴിഞ്ഞ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അഭാവത്തിൽ നിന്ന് ഭാവോത്പത്തി നടക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ നടക്കൂല എന്ന് പറഞ്ഞത്. സർവ്വസംഭവ അഭാവ ആപത്തി പറയാണ്. അഭാവം കാരണമായാൽ എവിടെ നിന്ന് ഏതിന്റെ ഉത്പത്തി ഉണ്ടായാലും പിന്നെന്താ? സർവ്വസംഭവാത് കാരണഭാവാത് എന്ന് പറഞ്ഞ കാരണത്വാത് കാര്യസ്യ കാരണത്വാത് കാര്യത്തിലിരിക്കും കാരണത്വം. അതായത് കാര്യോത്പത്തി സത്കാര്യവാദങ്ങളല്ലേ നിങ്ങളുടേത്. അപ്പോൾ കാര്യം കാരണത്തിൽ പൂർവ്വത്തിലേ ഉണ്ടായിരുന്നു. പൂർവ്വത്തിൽ കാരണത്തിൽ കാര്യം ഉള്ളത് കൊണ്ടാണ് കാരണഭാവം കാരണത്വം എന്നർത്ഥം. പൂർവ്വത്തിൽ കാരണത്വം എവിടെയാ? ഈ ഉത്പന്നമാവേണ്ട വസ്തുവിന്റെ കാരണത്വം ഉപാദാനത്തിൽ ഉള്ളത് കൊണ്ടാണ് ഉപാദാനത്തിൽ വെച്ചിട്ട് കാര്യത്തെ ഉത്പന്നമാക്കി എടുക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റത്തില്ല? സ്വഭാവവാദം കൊണ്ടുവരരുത്. എന്നിട്ടും ചിലർ സ്വഭാവവാദം വെക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഈ ബഹുസ്യാം പ്രജായത എന്ന് വരുമ്പോ അത് സ്വഭാവം കൊണ്ട് തന്നെയല്ലേ? ഭൂസ്യാം പ്രജായ ജഗത്തിന്റെ സ്വഭാവമല്ല മോനെ ഇപ്പൊ ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് ജഗത്തിന്റെ സ്വന്തം സ്വഭാവത്തിനനുസരിച്ച് ഉത്പന്നമാവുന്ന. ഭൂസ്യാം പ്രജായ എന്ന് പറഞ്ഞാൽ ഞാൻ പലതാവട്ടെ എന്നുള്ളതാണ്. അത് ആരാണ് കാരണം? പരമാത്മാവാണ്. ഇപ്പോൾ മൃത്ത് ഘടത്തിന് കാരണമല്ലേ? അപ്പൊ അവിടെ ഇനി പറയാൻ പറ്റുമോ അവൻ സ്വരൂപത്തിൽ എങ്ങനെ കാരണമായി എന്നുള്ള ചോദ്യമുണ്ടോ? കാര്യത്തെക്കുറിച്ചുള്ള കാരണം കാര്യം സ്വരൂപത്തിൽ തന്നെ കാരണ സ്വഭാവവും കാര്യസ്വഭാവമായിട്ട് ഇരിക്കത്തില്ല. അതിന് കാരണം വേറെ വേണം. കാരണത്വം എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ്. കാര്യത്വം എന്നുള്ളത് കാര്യത്തിന്റെ സ്വഭാവമാണ്. അല്ലാതെ കാര്യത്തിൽ കാരണത്വം എന്നുള്ള സ്വഭാവം ഇരിക്കത്തില്ല. മനസ്സിലായോ? അവയ്ക്ക് പൂർവ്വത്തിലൊരു കാരണം ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത് നിങ്ങളെ കാരണത്വം പോലും കൽപ്പിതമല്ലേ. അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴിപെട്ടുന്നേ ഉള്ളൂ. സാങ്കേതിക സിദ്ധാന്തത്തെ നമ്മൾ അവലംബിക്കുന്നുണ്ട്. അതെന്തിനാ? അസത്കാര്യവാദിയെ ഖണ്ഡനം നടത്താൻ വേണ്ടി മാത്രം. അവിടെ പൂർവ്വത്തിലുള്ള സ്വഭാവമാണ്. അതിന് കാരണത്വം എന്നുള്ളതാണ് സ്വഭാവം. കാര്യത്വം എന്നുള്ളത് കാര്യത്തിലുള്ള സ്വഭാവമാണ്. അപ്പോൾ കാര്യം ഉണ്ടാവണമെങ്കിൽ പൂർവ്വത്തിലൊരു കാരണം വേണം. അതല്ലാതെ സ്വന്തം നിലയ്ക്ക് കാര്യത്തിന് ഉത്പത്തി ഉണ്ടാവത്തില്ല എന്നർത്ഥം. സ്വഭാവത്തില് സ്വന്തം നിലയ്ക്ക് കാര്യത്തിന് ഉത്പത്തി എന്നുള്ളതാണ്. അത് നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം. ഓക്കെ, ഇനി നിങ്ങൾ ടീക്കഭാഗം വയ്ക്കുക. വിശിഷ്ടാനി അർത്ഥം പറയാണ് അസാധാരണാനി എന്നർത്ഥം. അതെന്തുകൊണ്ടാ? സാധാരണ കാരണങ്ങൾ വേറെ ഇരിക്കുന്നുണ്ട്, ഈശ്വരാദികൾ. ഇവിടെ ഇപ്പോൾ അസാധാരണമായിരിക്കുന്നു. ഓരോരോ കാര്യം ഉത്പന്നമാവാൻ ഉതകുന്ന നിമിത്തങ്ങൾ ആവശ്യമുണ്ടല്ലോ. ഇതാണ് ദേശകാല നിമിത്താനി ഉദ്ദേശിച്ചത്. തേഷാം കാര്യാർത്ഥിഭിർ ഉപാദീയമാനത്വാത് കാര്യസ്യ കാരണാനപേക്ഷത്വം ന യുക്തമിത്യർത്ഥഃ. കാര്യാർത്ഥിഭിഹി കാര്യത്തെ അർത്ഥിക്കുന്നവരാൽ, കാര്യത്തെ ഇച്ഛിക്കുന്നവരാൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? തേഷാം ഉപാദീയമാനത്വാത് ദേശകാല വസ്തുക്കളുടെ ഉപാദാനങ്ങളുടെ ഗ്രഹണം. അതായത് കുലാലൻ ദേശകാല വസ്തുക്കളെ ഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഘടത്തെ ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് കാര്യസ്യ കാരണാനപേക്ഷത്വ യുക്തം, കാര്യം കാരണത്തെ അപേക്ഷിക്കത്തില്ല എന്നുള്ളത് ശരിയല്ല. എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്? കാര്യം കാരണത്തെ അപേക്ഷിക്കത്തില്ല എന്നുള്ളത് ശരിയല്ല. അനപേക്ഷത്തെ ധാന്യാർത്ഥിനാം ഭൂവിശേഷേ വർഷാദികാലേ ബീജാദി നിമിത്തേച്ച പ്രവൃത്തി ന സ്യാദിതി ഭാവഃ. അപേക്ഷയില്ലായിരുന്നുവെങ്കിൽ, കാര്യത്തിന് കാരണത്തിന്റെ അപേക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ ധാന്യത്തെ അരി വേണ്ടവന്, നെല്ല് വേണ്ടവന് പ്രത്യേകിച്ച് ഭൂമിയെ ആശ്രയിക്കേണ്ടി വരത്തില്ലായിരുന്നു. അതായത് കർഷകന് ഭൂമിയുടെ ആവശ്യം വരത്തില്ല, വർഷാധികാലത്തിന്റെ ആവശ്യം വരത്തില്ല. ഓക്കെ, ആ നെല്ലിന്റെ ബീജത്തിന്റെയും അരി ഉണ്ടാക്കാൻ നെല്ലിന്റെ ആവശ്യവും, അതായത് നെല്ലിൽ നിന്ന് കതിരായി വരണ്ടേ, അതിന് കതിര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെല്ലിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു. കാരണം എന്താ? അതില്ലാതെ തന്നെ ഉണ്ടാവുന്നു. സ്വഭാവം അതല്ലേ, കാര്യത്തിന്റെ സ്വഭാവമാണ്, അതും ഉണ്ടായിക്കോളൂ. കാരണത്തെ അപേക്ഷിക്കാതെ കാര്യം ഉണ്ടാവും അർത്ഥം. നടക്കത്തില്ല ഇത്രയും. അതായത് നിങ്ങൾ മസിൽ പിടിച്ചത് കൊണ്ട് കാര്യം നടക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ, ഞങ്ങൾ സ്വഭാവവാദികൾ, ഞങ്ങളെന്ത് വലിയ ബുദ്ധിമാന്മാരാണ്, ഞങ്ങൾ മോഡേൺ ആണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു സ്ഥലത്തും ഒരു സയന്റിസ്റ്റും ഇൻവെൻഷന് വേണ്ടിയിട്ട് ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അതവിടെ ഇരുന്നാൽ മതി. കുറച്ച് പേര് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ അതിങ്ങനെ തെളിഞ്ഞു വരും. കാരണത്തിന്റെ അപേക്ഷയില്ല, ബുദ്ധി കസരത്തിന്റെ ആവശ്യം വരുന്നില്ല. അവിടെ ബുദ്ധിയുടെ വിഷയമാണല്ലോ ഒരു സംഭവം കണ്ടെത്തുക എന്നുള്ളത്. അവിടെയും പ്രയത്നിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താ? സ്വഭാവമല്ലേ അതൊക്കെ. അതായത് സ്വഭാവം എന്ന് പറയുന്നവന് പോലും അറിയുന്നില്ല ഞാൻ എന്തായി പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾ പലപ്പോഴും പല നമ്മുടെ മലയാളത്തിൽ തന്നെ സയൻസിനെ കുറിച്ചിട്ട് അവതരിപ്പിക്കുന്ന കുറെ വീഡിയോസ് ഉണ്ട്. അത് നമ്മൾ ആശ്ചര്യപൂർവ്വം കേൾക്കും. എന്താണ് നമ്മൾക്കെതിരെ സംസാരിച്ചു വരുന്ന, എന്തിനാന്ന് പറഞ്ഞാൽ എതിരെ നല്ലത് പുതിയൊരു വ്യൂ എന്താണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കുക ഇത്രയും സമയം വെറുതെ പാഴായി, ഒന്നും ഒരു സ്റ്റെഫും ഉണ്ടാവത്തില്ല, ചില്ലറ ഇങ്ങനത്തെ കാര്യം വെക്കാനുള്ളൂ. യുക്തിഭദ്രമായിട്ട് ഒരു കാര്യം അവതരിപ്പിക്കുന്നില്ല. ഈ ഇങ്ങനത്തെ ഒരു യുക്തി അറിയാത്തവനെ സംബന്ധിച്ച് ആ യുക്തി വലിയ കാര്യമായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ.
ഇപ്പൊ മനസ്സ് ജീവൻ എന്താകുന്നു എന്നൊക്കെ പറഞ്ഞ ചർച്ചയുണ്ട് പലരുടെയും, പേര് ഞാൻ പറയുന്നില്ല. ജീവൻ എന്താകുന്നു, അവർ പരസ്പരം തന്നെ ഉടക്കിലാണ്. ഇതിനീ പറയുന്ന പോലെ ഒന്നല്ല ഇതിന്റെ അതായത് മോഡേൺ സയൻസിന്റെ ആൾക്കാർ പോലും എത്രയോ മുന്നോട്ട് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് ജീവൻ എന്താന്നുള്ളത്. ഒരു മനസ്സിന്റെ പ്രഹേളികയാണ് ജീവൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങും. ഒന്നല്ല, മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ് ഐക്കോൺഷ്യസ്. സ്വാമിജി, അങ്ങനെയാണ് ഈ പ്രമാണവും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്നതല്ലേ ഈ പ്രമാണമാണെങ്കിലും? വേദപ്രമാണത്തിൽ നിന്ന് ഒഴിവാക്കിയുള്ളതെല്ലാം മനുഷ്യബുദ്ധി പ്രഭാവമാണ്. അതുകൊണ്ടാണ് വേദത്തെ കൊണ്ട് കിട്ടുന്നത്. ഇനി പിറകോട്ട് മനുഷ്യബുദ്ധി പ്രഭാവമാക്കിയിട്ട് അതിൽ ദോഷാരോപണം ചെയ്യാൻ പാടില്ല. മനുഷ്യബുദ്ധി അല്ല വേദം അല്ല. ഇതുവരെ നിങ്ങൾ എന്താ കേട്ടത്? ഇതൊക്കെ എത്രയോ വട്ടം ഈ ക്ലാസ്സിൽ, ഈ 40 ക്ലാസ്സിന്റെ ഉള്ളിൽ എത്ര വട്ടം പറഞ്ഞതാ? അപ്പൊ നിങ്ങൾ എന്താ സെലക്റ്റീവ് ലിസണേഴ്സ് ആണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കേൾക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് പ്രശ്നം. പുതിയൊരു കാര്യം നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ല. നിങ്ങളെ പണ്ടത്തെ പറഞ്ഞ സ്ഥിതിയിൽ നിങ്ങൾ കേൾക്കത്തുള്ളൂ. ഇതുകൊണ്ട് ശ്രവണം നടക്കത്തില്ല. ഇനി ഒരു കാര്യം പറഞ്ഞില്ല, ഇതിൽ പലരും ഈ പുസ്തകം തീർന്നാലും നിങ്ങൾ ആ കൊമ്പത്ത് തന്നെയായിരിക്കും. നിങ്ങൾ കൊമ്പ് മാറ്റിയിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചു. കാരണം നിങ്ങൾ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതല്ലാതെ പ്രമാണ ബേസ് ആയിട്ട് ചിന്തിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കാണ് ഈ ഗുരുക്കന്മാര് പ്രാമാണികമായിട്ടല്ല പറയുന്നത്. ഇതല്ല ശരി, പ്രാമാണികമായിട്ട് ഗുരുക്കന്മാര് പറയുന്നതിന് ഗ്രഹിക്കാൻ പാടുള്ളൂ. അന്നേരം തുടങ്ങും, എന്തുകൊണ്ട് ജ്ഞാനിയാവാൻ പാടില്ല, അങ്ങേര് ജഗത് കല്യാണല്ലേ ചെയ്യുന്നത്, അങ്ങേര് എന്തുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പേഴ്സണൽ ക്ലാസ്സുകളിൽ എടുത്തു മാറ്റും. കാരണം പറഞ്ഞു കൊടുത്തിട്ട് ഇനി കാര്യമൊന്നുമില്ല. പബ്ലിക്കിൽ വേറെ വിഷയം. കാരണം നമ്മൾ മെനക്കെടുന്ന ഒരു റിസൾട്ട് ഉണ്ടാവണ്ടേ. അപ്പൊ എന്ത് വേണം? പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. അവിടെ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാലും അവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മനസ്സിലാക്കണം. പിന്നെ അല്ല എനിക്ക് ഗുരുവുണ്ട്, ഞാനിതൊക്കെ അനുഭവിച്ചുകൊണ്ട് പറയാം. നമ്മൾ സമയം കാത്തു വെക്കും അങ്ങനത്തെ ക്ലാസ്സുകൾ താഴെ ഇറക്കി വെക്കാം, കിട്ടിയ സമയത്ത് ഒഴിവാക്കി. കാരണം പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ പറ്റി മാത്രമല്ലട്ടോ പറയുന്നത്. ഞാനൊരു സാമാന്യമായിട്ട് എന്റെ മുന്നിൽ വരുന്ന അനുഭവം എടുത്ത് വിശദീകരിക്കുകയാണ്. ഈ വേദാന്ത പദ്ധതിയിലേക്ക് ഇറങ്ങി വരാൻ വലിയ പാടാണ് നമുക്ക് അപ്പോഴും കൊമ്പത്തിരിക്കുന്ന ചേട്ടന്മാരെ ആയിരിക്കും ഗുരുക്കന്മാരായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. പ്രേതോപാസന ഉള്ളവനും മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവനാണോ വേദാന്തത്തിന്റെ ഗുരു? അങ്ങനെയല്ല സ്വാമിജി. സാധാരണ ബുദ്ധിക്ക് എന്തായാലും ഈ ജഗത്തിൽ എന്തുണ്ടാവണമെങ്കിൽ ഒരു ബുദ്ധിയിൽ ഉദിക്കണം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതെന്താന്ന് പറഞ്ഞാല് പുരുഷ ബുദ്ധി പ്രഭവങ്ങളായിരിക്കുന്ന ശാസ്ത്രങ്ങൾക്ക് പുരുഷന്റെ ബുദ്ധിയുടെ ന്യൂനതയും ആധിക്യവും എല്ലാം കാണാൻ പറ്റും. ദോഷഗുണങ്ങളെല്ലാം ഉണ്ടാവും. ദോഷവും ഒരു ദോഷമാണ്, ഗുണം ഒരു ദോഷമാണ്. ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ പുരുഷ ബുദ്ധി പ്രഭാവം ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവര് എത്ര മനോഹരമായിട്ട് കൊണ്ടിച്ച് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കുറെ കാലം കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതായത് വേദത്തിലെ മറ്റൊരു ദോഷവും ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഔപൗരുഷയം എന്ന് പറഞ്ഞു നിർത്തുന്നത്. നമ്മൾക്ക് ഈ ഔപൗരുഷം എന്തിനാ പറഞ്ഞത് പോലും ആദ്യം മനസ്സിലാവില്ല. അതായത് മറ്റ് സാഖ്യയോഗ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ അവരുടെ ആചാര്യന്റെ ബുദ്ധിയിൽ നിന്ന് മാത്രം ഉദിച്ചതാണ്. വേദാന്തം എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 2 ശാസ്ത്രങ്ങൾ മാത്രമേ വേദത്തിൽ നിന്ന് സംസാരിക്കുന്നുള്ളൂ. പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും മാത്രം. ബാക്കിയെല്ലാം അത് അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് അതൊന്നും പ്രാമാണികമല്ല. പിന്നെ കേവല വൈദിക മാത്രമേ പ്രാമാണികമാവത്തുള്ളൂ. ഇതിനനുസരിച്ച് നിൽക്കുന്ന മറ്റു പ്രമാണമാവാന്നല്ലാതെ ഇപ്പം നമ്മൾ അനുമാന പ്രയോഗം നടത്തുന്നേരം വൈദിക വാക്യ പ്രതിപാദ്യമായിരിക്കുന്ന വസ്തുവിനെ സാധൂകരിക്കുമെങ്കിൽ മാത്രമേ നമ്മൾക്ക് അനുമാനത്തെ പ്രമാണമാക്കാൻ പാടുള്ളൂ. നമ്മളെ ഉദ്ദേശം നമ്മൾ അപൗരുഷീയമായെന്ന് സ്വാമി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ മറന്നു പോകുന്നതാണ്. അപ്പൊ അതിന്റെ അപൗരുഷീയമാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഈശ്വരനെ നമുക്ക് അവർ തള്ളിക്കളയാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഈശ്വരനെ മാനിക്കുന്നില്ലല്ലോ ഈ പൂർവ്വ സിദ്ധാന്തികള്. അതിൻ്റെതായ രീതിയിൽ മാനിക്കുന്നില്ലല്ലോ. കാരണം അവർ കർമ്മത്തിലാണല്ലോ, അവരുടെ കർമ്മം അതിൻ്റെതായ ഫലം ഈശ്വരൻ ഇല്ലാതെ തന്നെ ഫലം ലഭിച്ചോളൂ എന്നുള്ള ഒരു ഇതിലല്ലേ നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട്. ആരുടെ മതത്തിനനുസരിച്ചാ പറഞ്ഞത്? വേദാന്ത മതത്തിനനുസരിച്ചാണ് ഈശ്വര പ്രോക്തമാവുന്നത്. ജഗത്ത് നിത്യമായിരിക്കുന്ന മതത്തിനനുസരിച്ച് വേദം ഈശ്വര പ്രോക്താവുക. ശബ്ദം നിത്യമാണ്, ശബ്ദവും നിത്യഹ എന്നാണ് പൂർവ്വമീമാംസ അനുമാനം വരിക. ശബ്ദവും അനിത്യഹ എന്ന് നൈയായികന്റെയും വേദാന്തിയുടെ ഒക്കെ അനുഭവം. പക്ഷെ വേദാന്തി പറയുന്നത് ഒരു ശബ്ദവും ബ്രഹ്മത്തിൽ ഭിന്നമായിട്ട് ഒന്നും നിത്യമല്ല, പക്ഷെ അതിന്റെ പരമ്പര നിത്യമായിട്ടിരിക്കുകയാണ്. ഏതുവരെ? ജ്ഞാനം ഉണ്ടാകുന്ന കാലം വരെ. ഇങ്ങനെയല്ല പൂർവ്വമീമാംസകന്മാർ പറയുന്നത്. പൂർവ്വമീമാംസകന് ജഗത്ത് നിത്യമായതുകൊണ്ട് ശബ്ദവും നിത്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൂത്രം ഒന്ന് കയറി വരും. ഇവിടെ ഇപ്പോൾ ഔത്പത്തികസ്തു ശബ്ദസ്യ അർത്ഥേന സംബന്ധ തസ്യജ്ഞാന ഉപദേശ അഭ്യതിരികസ്യ അർത്ഥ അനുപലബ്ധേ തസ്ജ്ഞാനം ബാദരായണ സനപേക്ഷത്വാന്ന് ബാദരായണനെ പോലും കൂട്ടുപിടിച്ചിട്ട് പറയും ശബ്ദം
മറ്റൊന്നിനെ ആശ്രയിക്കാതെ പറയപ്പെടുന്ന വസ്തുവിൽ പ്രമാണമാകുന്നു എന്ന്. ठीक, അതെന്തുകൊണ്ടാ? ശബ്ദം നിത്യമായതുകൊണ്ടാ. നിത്യമായിരിക്കുന്ന ഒരു ശബ്ദത്തിന് ഇനിയിപ്പോൾ സ്രഷ്ടാവ് ആരും ആവശ്യമില്ല. ഇവിടെയും വേദാന്തത്തിലും ശബ്ദം ഈ രീതിയിൽ നിത്യമാണ്. എങ്ങനെ? ഒരു പ്രളയം വരും, അടുത്ത സ്ഥിതി വരും. ഈ പ്രളയസ്ഥിതി പോലും പൂർവമീമാംസകനില്ല. മനസ്സിലായോ? അതായത് നമ്മൾ ചിലപ്പോൾ വേദാന്തം കേൾക്കുന്ന നേരം പൂർവമീമാംസകന്റെ കൂടെ പോകും, പൂർവമീമാംസ കേൾക്കുന്ന നേരം വേദാന്തിയുടെ കൂടെ പോകും. അത് ഓരോരുത്തരുടെ ശാസ്ത്രപരിചയം ഇല്ലാത്തതിന്റെ പേരിലാണ്. നോക്കിയോ, പൂർവോക്ത സർവജ്ഞത്വാദി വിശേഷണകം ഈശ്വരം മുക്ത, മുമ്പ് പറയപ്പെട്ടിരിക്കുന്ന സർവജ്ഞത്വം, സർവശക്തിത്വം, സർവനിയാമകത്വം ഇത്യാദി ഗുണവിശിഷ്ടനായിരിക്കുന്ന ഈശ്വരനെ ഒഴിച്ചിട്ട് ജഗത ഉത്പത്യാധികം ന സംഭവതീതി. ഭാഷ്യത്തിലാണ് പറഞ്ഞത്, ആ ഈശ്വരനെ ഒഴിവാക്കിയിട്ട് ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി പ്രളയം സംഭവിക്കത്തില്ല. ഇത് ആരോടാ പറയുന്നത്? ഇത് മിഡിവിയൽ ബുദ്ധിവാലയോട് പറയാണ്, ഈശ്വരൻ ഇല്ലെങ്കിൽ ജഗത്ത് ഉത്പന്നമാകത്തില്ല. ഇതല്ല നിങ്ങളുടെ സിദ്ധാന്തം. മനസ്സിലായോ? പക്ഷെ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്? ഇത് ആദ്യം പറയട്ടെ, എന്നിട്ട് പറയാൻ മുന്നോട്ട് ഈ ബാക്കി എന്താണല്ലോ. ഭാഷ്യകാരൻ ഒരിക്കലും അജാതവാദം കൊണ്ടുവക്കത്തില്ല. കാരണം അജാതവാദം പറയുന്ന മാണ്ഡൂക്യത്തിൽ പോലും എല്ലാ വാദവും ഉണ്ടെന്നുള്ളതാണ്. മായയെ ആശ്രയിച്ചിട്ട്, മായ വിദ്യതിഭേദു, മായയെ ആശ്രയിച്ചിട്ടാണ്. കാരണം ഇതിന്റെ സ്റ്റെപ്പ് കയറിപ്പോയി കഴിഞ്ഞാൽ ദൃഷ്ടി സൃഷ്ടിയിൽ നിന്ന് അജാതവാദത്തിന് ദൂരമില്ല. അവിടെ തന്നെ അവസാനിപ്പിക്കാൻ പറ്റുമോ? അല്ലാതെ ചടിച്ചിട്ട് അജാതം, ഞങ്ങൾ അജാതവാദികൾ, അങ്ങനെ ഒരു വാദമൊന്നുമില്ല. ദൃഷ്ടി സൃഷ്ടി പറയുമ്പോഴാണ് അറിയാം ഇങ്ങനത്തെ ഒരു ജഗത്തില്ലായിരുന്നു. അപ്പൊ തന്നെയാണ് അജാതം സിദ്ധിക്കുന്നത്. ജാതം പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക? അപ്പോൾ ഉത്പത്തിയാതി സംഭവിക്കത്തില്ല എന്നുള്ള ഭാഷ്യത്താൽ എന്താണ് പറയപ്പെട്ടത്? കർത്താരംബിന കാര്യം ന അസ്ഥി വ്യതിരേക ഉക്ത. കർത്താവില്ലെങ്കിൽ കാര്യം ഉണ്ടാകത്തില്ല. ആദ്യം എന്താ പറയുന്നത്? ജഗത്തിന്റെ കാരണമാണ് ഈശ്വരൻ. അതിന്റെ അർത്ഥം എന്താ? ഒരു കാരണം ഉണ്ട്. അതിന്റെ വ്യതിരേകം എന്തായിരിക്കും? കാരണമില്ലെങ്കിൽ കാര്യം ഉത്പന്നമാകത്തില്ല. ഏതാണ് ഖണ്ഡിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ? ഇപ്പോൾ സ്വഭാവവാദം ഖണ്ഡിക്കപ്പെട്ടിരിക്കുകയാണ്. തേന യത് കാര്യം തത് കൃതകമിതി വ്യാപ്തിർജ്ഞായതേ. ഈ അനുമാനത്താൽ എന്ത് അറിയപ്പെടും? യത് കാര്യം തത് കൃതകം. ഏതെന്നാണോ കാര്യം അത് ജന്യമായിരിക്കും. നിത്യമായിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഏതദേവ വ്യാപ്തിജ്ഞാനം ജഗതി പക്ഷേ കർത്താരം സാധയത് സർവേശ്വരം സാധയതി. അതായത് ഒരു ഹേതുവില് സാധ്യത്തിന്റെ വ്യാപ്തി ഉണ്ടെങ്കിൽ വ്യാപ്യമായി ഹേതു, ആ വ്യാപ്യമായിരിക്കുന്ന ഹേതുവിൽ നിന്ന് വ്യാപകനായിരിക്കുന്ന സാധ്യത്തെ സിദ്ധിക്കാം എന്നുള്ളതാണ് നൈയായികന്റെ ശൈലി. എപ്പോഴെങ്കിലും സമയം തരികയാണെങ്കിൽ തർക്കസംഗ്രഹം പഠിപ്പിച്ചു തരാം. അന്നേരം ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇപ്പം തലയിൽ കയറ്റാൻ അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതദേവ വ്യാപ്തിജ്ഞാനം, ഈ വ്യാപ്തിജ്ഞാനം ജഗത്തായിരിക്കുന്ന പക്ഷത്തിൽ, ജഗതി പക്ഷേ, പക്ഷം എന്ന് പറയുന്ന അർത്ഥം സാധ്യം എവിടെയാണോ സിദ്ധിക്കേണ്ടത് അതാണ് പക്ഷം. അങ്ങനെ ഇരിക്കുന്ന പക്ഷത്തിൽ കർത്താവിനെ സിദ്ധിപ്പിച്ചും കൊണ്ട്, അനുമാനത്താൽ കർത്താവിനെ സിദ്ധിപ്പിച്ചും കൊണ്ട് എന്ന് പറയുന്ന അർത്ഥം ജഗത്തിനൊരു കർത്താവ് ഉണ്ട് എന്ന് ഈ വ്യാപ്തി വഴി സിദ്ധിച്ചും കൊണ്ട് സർവേശ്വരം സാധയതി എന്ന് പറയുന്ന അർത്ഥം ആ കർത്താവ് സർവേശ്വരനായിരിക്കുന്ന പരമാത്മാവാണെന്ന് സിദ്ധിക്കുകയാണ്. കിം ശ്രുതി ഐതി താർക്കികാണാം ഭ്രാന്തിം ഉപന്യസതി. എന്നാൽ ഭാഷ്യം കണ്ടോ? എന്നിട്ട് ഇങ്ങോട്ട് കയറി വരാം. ഏതദേവ അനുമാനം സംസാരി വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം മന്യന്ത ഈശ്വര കാരണിനഃ. ഈശ്വരനാകുന്നു ജഗത്തിന്റെ കാരണം എന്ന് മാനിക്കുന്നേ. ആരും മാനിക്കുന്നില്ല? പൂർവമീമാംസകന്മാർ മാനിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പൂർവമീമാംസയും യാഗ പരമ്പരയാണ് ഈ പൂർവമീമാംസ പരമ്പര. ഈ പൂർവമീമാംസയും ക്ഷേത്രപൂജയും നമ്മൾ ഒന്നിച്ചു കിട്ടും അല്ലേ? നമുക്ക് ഇതിന്റെ ഭേദം അറിയത്തില്ലല്ലേ? അറിയത്തില്ല. പൂർവമീമാംസയിൽ പറയപ്പെട്ടിരിക്കുന്ന ദേവതകൾ ആരൊക്കെയാ? അഗ്നി. അഗ്നിക്കൊരു ക്ഷേത്രം കാണിച്ചു തരുമോ? ഉണ്ട്. വായുവിനൊരു ക്ഷേത്രം ഉണ്ടോ? അഗ്നി, വായു, ഇന്ദ്രൻ എവിടെയാണ് ക്ഷേത്രം ഉള്ളത്? പറ. അപ്പൊ നമ്മള് വൈദിക ക്രമത്തിൽ എത്ര ദൂരത്ത് പോയി എന്നുള്ള ആരും നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഒന്ന് നോക്ക്. എന്താ പറയുക, ഇതിനെ ചരിത്രമാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ നിലവിലിരിക്കുന്ന സ്ഥിതിയും വേദവും എന്തായിരുന്നു എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തത്. നമ്മൾ വേദാന്തത്തിലേക്ക് വരുന്നേ ഇല്ല. കർമ്മകാണ്ഡത്തിൽ തന്നെ ഇരുന്ന് ചിന്തിച്ചോ. അപ്പോൾ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാം വൈദികമല്ല ഓടിക്കൊണ്ടിരുന്നത്, എന്തോ സംഭവത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അല്ലേ? ഇനി വിഷ്ണു ഉപാംശു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു എന്നുള്ള ദേവതയുണ്ട് അവിടെ.
ടീക്കെ, അത് ദേവതാരൂപത്തിലാണ്. അതായത് പരമാത്മ എന്നുള്ളൊരു സങ്കല്പം പൂർവമീമാംസയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ കർമ്മത്തിന്റെ ഫലം തരുന്നത് മന്ത്രങ്ങളാണെന്നും ഒരു മതമുണ്ട്, ദേവതയാണെന്നും മതമുണ്ട്. ശരിക്കും മന്ത്രത്തിന്റെ കഴിവാണ് ഫലം കൊടുക്കുക എന്നുള്ളത്. അവിടെ മറ്റൊന്നിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പൂർവമീമാംസയുടെ മുഖ്യ സിദ്ധാന്തം. പക്ഷേ ദേവതയെ മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാ? പല ചർച്ചയുണ്ട് അതിൽ. താം ദേവതാം ധ്യായത് വഷട്കരിഷ്യൻ, ആ ദേവതയെ ധ്യാനിക്കൂ വഷട്ടൊന്ന് ചെയ്തുകൊണ്ട്. ഏത് ദേവതയെ? അപ്പൊ ദേവതയെ മാനിക്കാതിരിക്കാൻ പറ്റുമോ? മനസ്സിലായോ? ഇങ്ങനെയാണ് ആ സിദ്ധാന്തത്തിലും ദേവതകൾ ഉണ്ട് എന്ന് സിദ്ധിക്കുന്നത്. പക്ഷെ അവരാരും തന്നെ ഭൂമിയിൽ എന്ത് നേടുന്നില്ല? അമ്പലവാസികളായിട്ട് ഇപ്പോൾ പൂജയ്ക്ക് പാത്രങ്ങളായി മാറുന്നില്ല. ഇത് സാധനം വേറെ. നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ഉടനീളം കിട്ടുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് സാധനമാകുന്നു. ക്ഷേത്ര സങ്കല്പം പിന്നീട് വന്നല്ലേ സ്വാമിജി? അത് അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല. പറയുന്നത് പിന്നീട് വന്നോ വന്നില്ലയോ എന്നല്ല, ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഭേദമൊന്നും അറിയത്തില്ല. അത് ശരി. എന്നിട്ട് എന്ത് ഉടച്ചു കേട്ടും ആ കല്ലാണ് പരമാത്മാ, കല്ലാണ്. അതായത് ഈ കല്ലിനെ ദേവതയാക്കുന്നവന്മാരുടെ ഒരു തള്ളുണ്ട്. ഏതാ? ഈശ്വരൻ സർവ്വവ്യാപിയല്ലേ? അതെ. കല്ലിൽ ഈശ്വരൻ ഇരിക്കൂലേ? ഉള്ളില് ഇരിക്കും. അതുകൊണ്ട് കല്ല് ഈശ്വരനല്ലേ? അതെങ്ങനെയാടാ? ടീക്കെ, അപ്പൊ കല്ല് തന്റെ ഉള്ളിലും, സോറി, ആ ഈശ്വരൻ സർവ്വവ്യാപകൻ തന്റെ ഉള്ളിലും ഇല്ലേ? താൻ ഈശ്വരനാണോ? ഈ പറയുന്ന ആള് താൻ ഈശ്വരനെ സമ്മതിച്ചു കൊടുക്കും? ഇല്ലല്ലോ. ഒന്ന്. ഇനി ഈശ്വരനെ വെച്ചിട്ട് നിങ്ങൾ ദേവതയിലേക്ക് ചാടുന്ന എന്തിനാ? ഈശ്വരന് പ്രാണനില്ലല്ലോ, പിന്നെ ഇങ്ങനെ പ്രാണപ്രതിഷ്ഠ ഈശ്വരന്റെ ചെയ്യാൻ പറ്റുക? ചോദിക്കരുത്. ഹിന്ദുമതം തളർന്ന് വീണ് പോവും, പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. കയ്യിൽ വെച്ചാൽ മക്കളെ പരിപാടികളൊക്കെ. ടീക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതചര്യയിലേക്ക് മാറിയപ്പോഴാണ് നമ്മൾക്ക് കല്ലിനെ ദേവതയാക്കേണ്ടി വന്നത്. മറ്റുള്ളവന്റെ ഭയത്തെ ആശ്രയിച്ചിട്ട് ജീവിക്കേണ്ട സൊസൈറ്റി കയറി വന്നപ്പോൾ കല്ല് ദേവതയായി കൊടുത്തതാണ്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ പൊള്ളുന്നുവെങ്കിൽ പൊള്ളിക്കോ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പോൾ ഏതദേവ അനുമാനം സംസാരി വ്യതിരിക്ത ഈശ്വര അസ്തിത്വാദി സാധനം, ഇത് അനുമാനമാകുന്നു. ഏത്? സംസാരി. സംസാരി എന്നുള്ള ജീവനാണ്. സംസാരിയിൽ നിന്ന് വ്യതിരിക്തൻ എന്നറ ഭിന്നൻ എന്നർത്ഥം. സംസാരിയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന, സംസാരി എന്ന് പറഞ്ഞാൽ എവിടം വരെ വരും? ഇപ്പോൾ ഹിരണ്യഗർഭൻ വരെ വരും. അതിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ഈശ്വരന്റെ അസ്തിത്വം സിദ്ധിക്കാൻ ഉള്ള സാധനമാണ് ഈ അനുമാനം. ഏതദേവ അനുമാനം സാധനം. ഈ അനുമാനം തന്നെയാണ് സാധനം, അല്ലാതെ എന്തല്ല? ശ്രുതിയല്ല എന്ന് താർക്കിക വൈശേഷികൻ, അതായത് നൈയായിക വൈശേഷികന്മാർ മാനിക്കുന്നു. താർക്കിക ശബ്ദം കൊണ്ട് രണ്ടുപേരും ഗ്രഹിക്കാം. ഈശ്വര അസ്തിത്വ സാധനം, ഈശ്വരന്റെ അസ്തിത്വം, സർവജ്ഞത്വം, സർവനിയാമകത്വം, ഇതിന്റെ എല്ലാറ്റിന്റെ സാധകനാണ് ആര്? ഏതദേവ അനുമാനം. ഈ അനുമാനം തന്നെയാകുന്നു. നതു ശ്രുതി ഇത് മന്യന്തേ എന്ന് മാനിക്കുന്നു. ആര്? ഈശ്വര കാരണിന, ഈശ്വരനാണ് ജഗത്തിന്റെ കാരണം എന്ന് മാനിക്കുന്നവർ അനുമാനത്താലാണ് ഈശ്വര കാരണം സിദ്ധിക്കുന്നത്. അതല്ലാതെ ശ്രുതിയാൽ ഈശ്വര കാരണം സിദ്ധിക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? ഏത് പ്രമാണം കൊണ്ടാണ്? വേദാന്തി പറയാ ശ്രുതി കൊണ്ട് ഈശ്വര കാരണത്വം സിദ്ധിച്ചിട്ട് ആ ശ്രുതി പ്രതിപാദിതമായിരിക്കുന്ന അർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിലെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ട് അനുമാനത്തെ ആശ്രയിക്കാം. പക്ഷെ നൈയായികന്മാർ പറയാ അങ്ങനെയല്ല, തരംതിരിച്ചിട്ട് അനുമാനത്താൽ ഈശ്വരാസ്തിത്വം സിദ്ധിച്ചിട്ട് ഈ അനുമാനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ ആശ്രയിക്കാം. അവരങ്ങനെ ചെയ്യാം എല്ലാ സ്ഥലത്തും. ചിത്യം ഗുരാദികം കർത്തൃജന്യം കാര്യത്വ ഘടവത് എന്നാണ് അവരുടെ ഈശ്വര അസ്തിത്വം പ്രതിയുള്ള അനുമാനം വരിക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ക്ഷിതി എന്ന് പറഞ്ഞ വൃത്തി, അങ്കുരം എന്ന് പറഞ്ഞാല് ഒരു ബീജം മുളപൊട്ടി വരുന്നതാണ് അങ്കുരം എന്ന് പറയാം. ഇതിനെല്ലാത്തിനും ഒരു കർത്താവുണ്ട്. ആ കർത്താവ് സിദ്ധിച്ച ശേഷം പിന്നെ പറയും ആ കർത്താവ് ആരായിരിക്കും? ലാഘവാദ് ഏകനായ ഈശ്വരൻ എന്ന് പറയും. അല്ലെങ്കിൽ അനേക ഈശ്വരന്മാർ സിദ്ധിച്ചേനെ. അവിടെയാണ് ലാഘവം കൊണ്ടാണ് ശരിക്കും ഏകനെ കൊണ്ടുവരുന്നത്. കൽപ്പനാലാഘവം എന്ന് പറയും. അനേക ഈശ്വരന്മാരെ കൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് സർവശക്തനായിരിക്കുന്ന ഏക ഈശ്വരനെ കൽപ്പിക്കുന്നതല്ലേ. കാരണം രണ്ട് ഈശ്വരന്മാരുണ്ടെങ്കിൽ ഒരാൾ സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ മറ്റൊരാൾ നശിപ്പിക്കാൻ തുടങ്ങും. അവർ തമ്മിൽ ഉടക്കാവൂലേ? അതിലും നല്ലത് ഉടക്കം ഒഴിവാക്കാൻ നമുക്ക് ഒറ്റ ഈശ്വരൻ മതി. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ന്യായസിദ്ധാന്ത മുക്താദികളുടെ ഈശ്വര സിദ്ധി നടത്താൻ പോകുന്നത്. ഇനി ഇതിന്റെ ടീക്ക നോക്കിയോ. യത് കാര്യം ഇതല്ലേ? ഏതദേവ എന്ന് പറയുന്ന അർത്ഥം വ്യാപ്തിജ്ഞാനം ജഗതി പക്ഷേ കർത്താരം സാധേത്. ഈ വ്യാപ്തിജ്ഞാനം ജഗത്തായിരിക്കുന്ന പക്ഷത്തില് കർത്താവിനെ സിദ്ധിപ്പിച്ചും കൊണ്ട് ആ കർത്താവ് ഈശ്വരനാണെന്ന് സിദ്ധിക്കും. പറഞ്ഞതല്ലോ തൊട്ടമുന്നേ. കിം ശ്രുത്യ ഇതി താർക്കികാണം ഭ്രാന്തി ഉപന്യസ്തി. ശ്രുതി കൊണ്ട് പ്രത്യേകിച്ച് എന്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ കർത്താവായിട്ട് ഒരാൾ വേണം, അങ്ങനെ ഈശ്വരനായിരിക്കണം. ഇതെല്ലാം അനുമാനത്താൽ സിദ്ധിക്കാൻ പറ്റും. എങ്ങനെയാ അനുമാനം? കാര്യം
തത് കൃതകം എന്ന് വ്യാപ്തി സിദ്ധിക്കുക. ഏതാണോ കാര്യം അതെന്തായിരിക്കും? കൃതകം. കൃതകം എന്ന് പറഞ്ഞാൽ ജന്യം. അപ്പൊ എന്തോ ഒരു ജനകൻ ഉണ്ടാകുമല്ലോ. ഏതൊരു കാര്യം ഘടമുണ്ടോ അതൊരു കൃതകമാണെങ്കിൽ കർത്താവ് ഉണ്ടെങ്കിൽ കൃതകാവത്തുള്ള കാര്യം വരത്തുള്ളൂ. സോറി, സകർത്തൃകം. യത് കാര്യം തത് സകർത്തൃകം. ഏതാണോ കാര്യം അത് കർത്താവിനോട് കൂടെ ഉള്ളത് കൊണ്ട് സകർത്തൃകമാവും. അവിടെ ആയിരിക്കും സകർത്തൃകത്വം. എത്ര കാര്യത്വം എത്ര സകർത്തൃകത്വം എന്ന് വ്യാപ്തി സിദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വ്യാപ്തിയുടെ വ്യാപ്യമാരായിരിക്കും കാര്യത്വം. ടീക്കെ. അപ്പൊ കാര്യമായിരിക്കുന്ന പക്ഷത്തെ നിങ്ങൾ ജഗത്തായിട്ട് എടുക്കുക. ജഗത്തായിരിക്കുന്ന പക്ഷം കാര്യം. അവിടെ കാര്യത്വം എന്നുള്ള ഹേതുണ്ട്. ഹേതുണ്ടെങ്കിൽ എന്ത് കാരണം വെക്കാൻ സാധ്യ സിദ്ധിക്കാൻ പറ്റും? സകർത്തൃകത്വം എന്നുള്ള സാധ്യ സിദ്ധിക്കാൻ പറ്റും. ഇതിന്റെ അർത്ഥം എന്താ? ജഗത് സകർത്തൃകം കാര്യത്വാ എന്ന അനുമാനം. ഈ അനുമാനം വഴി സകർത്തൃകത്വം സിദ്ധിച്ച ശേഷം സകർത്ത സർവജ്ഞ. ടീക്കെ. ആ കർത്ത സർവജ്ഞനാകുന്നു. എന്തുകൊണ്ടാ? പ്രതിനിയത വിചിത്ര കാര്യത്വാത്. പ്രതിനിയത ഓരോരോ ജീവനും അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും വിധാനം ചെയ്യുന്ന കർത്താവായതുകൊണ്ട് വ്യതിരേകേണ കുലാലവത് എന്നും കൊടുക്കാൻ പറ്റുന്നു. ഇപ്രകാരം അനുമാന സിദ്ധിക്കുകയാണിത്. കിം ശ്രുത്യ, ശ്രുതി കൊണ്ട് പ്രത്യേകിച്ച് എന്ത് കിട്ടാനാണ്? ഇത് താർക്കികാണം ഭ്രാന്തി ഉപനിസ്ഥിതി. ഇങ്ങനെ ഒരു താർക്കികന്മാർക്ക് ഒരു ഭ്രമമുണ്ട്. അനുമാനം വഴി ജഗത് കാരണമായിരിക്കുന്ന ഈശ്വരനെ സിദ്ധിക്കാം, അവിടെ ശ്രുതിയുടെ ആവശ്യമില്ല എന്ന്. ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ ഭാഷ്യത്തിൽ അവതരിപ്പിച്ചത്. ഏതദേവ അനുമാനം. ടീക്കെ. ടീക്കയിൽ വന്നത് ആദ്യം വ്യാപ്തി കാണിച്ചു, വ്യാപ്തി വഴി അനുമാനം വഴിയാണ് വന്നതാണ്. പക്ഷെ ഭാഷ്യത്തിൽ പോകുന്നത് ഇത് അനുമാനമാകുന്നു. എന്ത്? സംസാരത്തിന്റെ കാരണമായിരിക്കുന്ന ഈശ്വരനെ സിദ്ധിക്കുന്ന കാര്യത്തിൽ. ഇനി ഇത്രയും ഭാഗത്തെ ടീക്കയിൽ വ്യാഖ്യാനിക്കുകയാണ്. ഏതദേവ അനുമാനമേവ സാധനം. ഏതദേവയുടെ അന്യം എങ്ങനെ ചെയ്യും? അനുമാനമായിട്ട് ചെയ്യും. ഏതദേവ അനുമാനമേവ കിം സാധനം. ഏതു ആവുന്നത്? ഏത് സിദ്ധിക്കാൻ? ജഗത് കാരണമായിരിക്കുന്ന ഈശ്വരനെ സിദ്ധിക്കാൻ. ഏതല്ല കാരണം? ശ്രുതിരിതി മന്യന്തീതി യോജന. ശ്രുതിയല്ല ജഗത് കാരണമായിരിക്കുന്ന ഈശ്വരൻ സിദ്ധിക്കാനുള്ള കാരണം എന്ന് താർക്കികന്മാർ മാനിക്കുന്നു എന്ന് അന്വയിക്കുക. അഥവാ അല്ലെങ്കിൽ എങ്ങനെ അന്വയിക്കാം? ഭാഷ്യത്തിന്റെ അന്വയം പല രീതിയിൽ ചെയ്യാണ് ഇവര്. ഏതത് വ്യാപ്തിജ്ഞാനമേവ ശ്രുതി അനുഗ്രാഹക യുക്തി മാത്രത്വേന ആത്മസമ്മതം സദനുമാന സ്വതന്ത്രമിതി മന്യന്ത ഇത്യർത്ഥ. അല്ലെങ്കിൽ ഇങ്ങനെ പറ, ഏതദേവ എന്നുള്ളതിന് വ്യാപ്തിജ്ഞാനം എന്ന് അർത്ഥം ചെയ്യും. ആദ്യം ഏതദേവയ്ക്ക് എന്താ അർത്ഥം ചെയ്തത്? അനുമാനം. ഇപ്പൊ എന്ത് ചെയ്യും? വ്യാപ്തിജ്ഞാനം. ഈ വ്യാപ്തിജ്ഞാനം തന്നെയാണ് ശ്രുതി അനുഗ്രാഹക യുക്തി മാത്രത്വേന. ശ്രുതിയുടെ അനുഗ്രാഹകനായിരിക്കുന്ന യുക്തി സ്വരൂപനാണ് ആര്? ഈ വ്യാപ്തിജ്ഞാനം. എന്നിട്ട് അതെന്ത് ചെയ്യും? ആത്മസമ്മതം. ഞങ്ങളുടെ സമ്മതം എന്താണ്? യുക്തിയുടെ അനുഗ്രാഹകനായിരിക്കുന്ന വ്യാപ്തിജ്ഞാനമാണ് വാസ്തവത്തിൽ സ്വതന്ത്ര പ്രമാണം. സദനുമാനം സ്വതന്ത്രം ഇതി മന്യന്തേ. ടീക്കെ. അതായത് വ്യാപ്തിജ്ഞാനം വേറെയും അനുമാനം വേറെയാക്കണം. അനുമാനം ചെയ്യുന്ന സമയത്ത് വ്യാപ്തിജ്ഞാനത്തെയും അനുമാനം എന്ന് പറയാം. ടീക്കെ. പിന്നെന്ത് ചെയ്യും? ആ വ്യാപ്തി ഘടിതമായിരിക്കുന്ന വാക്യത്തെയും നമ്മൾ അനുമാനം എന്ന് പറയും. പഞ്ചാവയ വാക്യ ഘടിതമായിട്ട്. അനുമതിയുടെ കാരണം എന്താ? പരാമർശം. അവിടെ പരാമർശം എന്ന് പറയുമ്പോഴേക്ക് അർത്ഥം എന്താവുന്നുണ്ട്? വ്യാപ്തി വിശിഷ്ട പക്ഷധർമ്മജ്ഞാനം വരിക. ടീക്കെ. പിന്നെ പ്രമാണ ചർച്ച നടത്തുന്ന സമയത്ത് പറയും പ്രത്യക്ഷത്തിന്റെ കാരണം പ്രത്യക്ഷം, അനുമതിയുടെ കാരണം എന്താ? വ്യാപ്തിജ്ഞാനം എന്നാണ്. അവിടെ പല മതമുണ്ട് കാര്യത്തില്. അവിടെ വ്യാപ്തിജ്ഞാനം വരെ വരത്തുള്ളൂ. വ്യാപ്തി വിശിഷ്ട പക്ഷധർമ്മജ്ഞാനം വരെ വരത്തില്ല, പരാമർശം വരെ വരത്തില്ല. ശരിക്കും പരാമർശത്തിന് മുന്നെയാണ് വ്യാപ്തിജ്ഞാനം സംഭവിക്കുന്നത്. അപ്പോൾ വ്യാപ്തിജ്ഞാനം തന്നെയാണ് ശ്രുതിയുടെ അനുഗ്രാഹക യുക്തി മാത്രമായതിനാൽ അസ്മസമ്മതം, ഞങ്ങളുടെ സമ്മതം ജഗത്കാരണ രൂപത്തിൽ ആരല്ല? ശ്രുതിയല്ല, മറിച്ച് ശ്രുതിയുടെ അനുഗ്രാഹകനായിരിക്കുന്ന വ്യാപ്തിജ്ഞാനമാണ്. ചോദിക്കുക, അത് വ്യാപ്തിജ്ഞാനം എങ്ങനെ കാരണമായി മാറും? അപ്പൊ സ്പഷ്ടീകരണം കൊടുക്കുകയാണ്. സദനുമാനം, വ്യാപ്തിജ്ഞാന ഘടിതമായിരിക്കുന്ന അനുമാനം സ്വതന്ത്രം മന്യത. സ്വതന്ത്രം എന്ന് പറയുന്ന കാരണം എന്താ? ശ്രുതി ആശ്രയിക്കാത്ത എന്നർത്ഥം. ശ്രുതി ആശ്രയിച്ചും കൊണ്ടല്ല അനുമാനം, ശ്രുതിയെ ആശ്രയിക്കാത്ത അനുമാനം തന്നെയാണ് പ്രമാണം. സർവജ്ഞത്വം ആദിശബ്ദാർത്ഥ. ഭാഷ്യത്തിൽ രണ്ടാം പങ്ക്തിയിൽ നോക്ക്, എന്താണ് ഈശ്വര അസ്തിത്വാദി എന്നുള്ള സ്ഥലത്ത് ആദിശബ്ദം കൊണ്ട് സർവജ്ഞത്വം, സർവനിയാമകത്വം എന്നുള്ള ഗുണങ്ങൾ എടുത്തോളുക. യദ്വ അഥവാ ഇങ്ങനെ അന്വയിക്കാം. എങ്ങനെ? വ്യാപ്തിജ്ഞാന സഹകൃതം ഏതത് ലക്ഷണം ഏവ അനുമാനം സ്വതന്ത്രം മന്യന്ത ഇത്യർത്ഥ. നോക്ക്, ഈ ലക്ഷണം ഉണ്ടല്ലോ, ഏത്? ജന്മാദ്യസ്യതഃ എന്നുള്ള ഏതിന്റെ ലക്ഷണമാണ്? ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ലക്ഷണം, ബ്രഹ്മലക്ഷണമാണ്, തടസ്സ ലക്ഷണം. അവിടെ ഏത് സഹകാരിയായിട്ടിരിക്കുന്നുണ്ട്? വ്യാപ്തിജ്ഞാനം. വ്യാപ്തിജ്ഞാന സഹകൃതം,
സഹകാരി കാരണം വ്യാപ്തിജ്ഞാനം. അതിനാൽ സഹകൃതമാണ് ഈ ലക്ഷണം. ഇത് തന്നെയാണ് ലക്ഷണമേവ അനുമാനം സ്വതന്ത്രം മന്യന്തെ. വ്യാപ്തിജ്ഞാന സഹകൃതമായിരിക്കുന്ന ഈ ലക്ഷണത്തെ തന്നെ സ്വതന്ത്ര അനുമാനമായിട്ട് മാനിക്കുന്നു ഞങ്ങൾ. ആര്? നൈയായികന്മാർ. അപ്പൊ ജന്മാദ്യസ്യ എന്ന് പറഞ്ഞ ജന്മത്തിന്റെ സ്ഥിതിയിലെ കാരണത്വം എവിടെ വയ്ക്കും? ബ്രഹ്മത്തിൽ വെച്ചു. അവിടെ സഹകാരിയായിട്ട് ആരിടുന്നു? വ്യാപ്തിജ്ഞാനം ഇടുന്നു. എന്ന് പറഞ്ഞാൽ ഈ യത്യത് കാര്യം തത്ത സകർത്തൃകം എന്ന വ്യാപ്തി കിട്ടിയില്ലേ? ആ വ്യാപ്തി സഹകാരിയായിട്ട് ഇരിക്കുന്നതാണ് എന്ത്? ഈ ലക്ഷണം. ലക്ഷണം എന്താ പറഞ്ഞത്? ജന്മസ്ഥിതി കാരണത്വം എന്നുള്ളത്. അപ്പൊ ജന്മസ്ഥിതി കാരണത്വം എന്നുള്ള ലക്ഷണത്തിന് സഹകാരി കാരണമായിട്ട് വ്യാപ്തിജ്ഞാനവും ഇരിക്കുന്നു. ഇതാണ് സ്വതന്ത്രം. ഈ ലക്ഷണമേവ അനുമാനം. ഇതിനെ ഞങ്ങൾ അനുമാന രൂപത്തിൽ എടുക്കുകയാണ്. അതെങ്ങനെ അനുമാന രൂപത്തിൽ എടുക്കാൻ പറ്റുന്നത്? അനുമാന രൂപത്തിൽ അല്ലല്ലോ, ലക്ഷണ അനുമാന രൂപത്തിൽ അല്ലല്ലോ. ഇനി നിങ്ങൾ കാണിച്ചത് എന്താണെന്നുള്ളത്, ഒരു ഉദ്ദേശിച്ച കാര്യം എന്താണ്? ठीक है. പലപ്പോഴും ഒരു ഒറ്റപ്പങ്ക്തി വായിച്ചിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതിന്റെ പിറകോട്ടേക്ക് അവരത് വ്യാഖ്യാനിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മാനിച്ചതെന്ന്. ഇതിന്റെ വ്യാഖ്യാനമാണ് ഇനി വരുന്നത്. അത്ര അയം വിഭാഗ. വിഭാഗം എന്ന് പറഞ്ഞാല് വിവരിച്ച് കാണിക്കുകയാണ്. വ്യാപ്തിജ്ഞാനാത് ജഗതഃ കർത്ത അസ്തി കർത്താ അസ്തി അസ്തിത്വസിദ്ധി. വ്യാപ്തിജ്ഞാനം, വ്യാപ്തി എങ്ങനെയായിരുന്നു? കാര്യം തത്കത്. യദ് കാര്യം തത്തത് സകർത്തൃകം. ഏതാണോ കാര്യം അതിനൊരു കർത്താവ് ഉണ്ടായിരിക്കും. ഇതാണ് വ്യാപ്തി. വ്യാപ്തിജ്ഞാനം കൊണ്ട് ജഗത്തിന്റെ കർത്താവിന്റെ സിദ്ധി നടന്ന ശേഷം കർത്താ അസ്തി ഇത് അസ്തിത്വ സിദ്ധി, കർത്താവ് ഉണ്ട് എന്ന് കർത്താവിന്റെ അസ്തിത്വം സിദ്ധിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? പശ്ചാത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അനുമാന പ്രയോഗം നടത്താൻ പോവുകയാണ്. വ്യാപ്തി എങ്ങനെയുള്ളൂ? യദ് കാര്യം തഥ സകർത്തൃകം. ഈ വ്യാപ്തിയിൽ നിന്ന് എന്ത് സിദ്ധിക്കാൻ പറ്റും? സാമാന്യ കർത്താവ് ഉണ്ടെന്ന് സിദ്ധിക്കാൻ പറ്റും, അല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷെ കർത്താവ് ആരാന്ന് ആ വ്യാപ്തിയിലൂടെ സിദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മൾ അനുമാന പ്രയോഗം നടത്തുകയാണ്. സ കർത്ത സർവജ്ഞ ജഗത് കാരണത്വാദ് വ്യതിരേകേണ കുലാലാധിപതി സർവജ്ഞത്വ സിദ്ധിർ ലക്ഷണാത്. ഇതിന്റെ സ്റ്റെപ്പ് എവിടെ നിന്ന് തുടങ്ങിയത്? ഏത് വാക്യ ശേഷം ഒന്നും കൂടി നോക്കിയേ. വ്യാപ്തിജ്ഞാനം സഹകാരിയായിട്ടിരിക്കുന്ന ഈ ലക്ഷണം തന്നെയാണ് അനുമാനം എന്ന് പറഞ്ഞു. അപ്പൊ വ്യാപ്തിജ്ഞാനത്തിൽ നിന്ന് എന്ത് സിദ്ധിച്ചു? ഒരു കർത്താവ് ഉണ്ടെന്ന് സിദ്ധിച്ചു. അതിനുശേഷം എന്ത് ചെയ്യാൻ പോവാണ്? ലക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്ന സർവജ്ഞത്വാധിഷ്ഠനായിരിക്കുന്ന ഒരു വസ്തുവിന് സിദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ അനുമാന പ്രയോഗം നടത്തി. അതുകൊണ്ടാണ് അതിന്റെ മുന്നേ യദ്വാദില് ലക്ഷണം ഏവ അനുമാനം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അനുമാനം വഴി ഈ ലക്ഷണം സിദ്ധിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അതാണ് സകർത്ത. ആരാണോ ജഗത്തിന്റെ കർത്താവ്, അതാണ് സകർത്ത എന്ന് ഉദ്ദേശിച്ചത്. സർവജ്ഞ, അവൻ സർവജ്ഞനാകുന്നു. സർവം ജാനാതി സർവജ്ഞ. എന്തുകൊണ്ടാ? ജഗത് കാരണത്വാത്. ഈ ഇത്രയും വിചിത്രമായിരിക്കും ജഗത്തിന്റെ കാരണമായതുകൊണ്ട്. ഇവിടെ അന്യവ്യാപ്തി കിട്ടുവാണെങ്കിൽ വ്യാപ്തി സ്വരൂപം എങ്ങനെയായിരിക്കും? എത്ര എത്ര ജഗത് കാരണത്വം അത്ര സർവജ്ഞത്വം എന്ന് വേണം. പക്ഷെ ജഗത് കാരണനെ പിടിച്ച് പക്ഷമായി കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഈ അന്യവ്യാപ്തി കിട്ടുക? അതുകൊണ്ട് എന്ത് ചെയ്തു? വ്യതിരേക വ്യാപ്തി പറഞ്ഞു. വ്യതിരേക വ്യാപ്തി എങ്ങനെ ഉന്നയിക്കുക? എത്ര എത്ര സാധ്യഭാവ തത്ര എത്ര ഹേത്വഭാവ. എവിടെ സാധ്യത്തിന്റെ അഭാവം ഇരിക്കുമോ അവിടെ ഹേതുവിന്റെ അഭാവം ഇരിക്കും. അഭാവങ്ങൾ തമ്മിലുള്ള സംബന്ധം പറയണം. സംബന്ധം എന്നല്ല, ശരിക്കും വ്യതിരേകം എന്ന് പറയാം. പറയാണ് അപ്പോൾ എന്താ? എത്ര സർവജ്ഞത്വ അഭാവ തത്ര അത്ര ജഗത് കാരണത്വ അഭാവ. ഇതാണ് കാണിക്കുന്നത്. വ്യതിരേകമാണ് കുലാലാധിപത്. കുലാലാദികളിൽ സർവജ്ഞത്വം ഇല്ല, ജഗത് കാരണത്വം ഇല്ല. ഇനി എന്ത് ചെയ്യണം? സാധ്യാഭാവ വ്യാപക ഹേത്വഭാവ അഭാവം ഇരിക്കുന്നതിനാൽ എന്തിരിക്കും? സാധ്യാഭാവമായിരിക്കും, സാധ്യം ഇരിക്കും. സർവജ്ഞത്വ സിദ്ധി ലക്ഷണാത്ഭവതി. ഇപ്രകാരം ഇരിക്കും സർവജ്ഞത്വ സിദ്ധി ലക്ഷണം കൊണ്ട് സംഭവിക്കും. അത്ര മന്യന്ത ഇതി അനുമാനസ്യ ആഭാസത്വം സൂചിതം. ഈ ഭാഷ്യത്തിലെ മന്യന്തെ എന്നൊരു ശബ്ദം പറഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഭാഷ്യകാരൻ. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ഈ അനുമാനങ്ങളൊക്കെ ആഭാസങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ കൊണ്ടുവന്ന് തെറി പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല. മന്യന്തെ, നീ കാണിച്ചു തരുക മഹാ ആഭാസമായിരുന്നു ഉണ്ണി എന്നാണ് ഈ പറഞ്ഞത് എന്നാണ് ടീക്കാകാരൻ വിശദീകരിക്കുന്നത്. തഥാഹി, അതായത് എന്തുകൊണ്ടാണ് ആഭാസം എന്നുള്ളതിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആരുടെ അനുമാനമാണ് ആഭാസമായി പോകുന്നത്? പൂർവപക്ഷ അനുമാനം. പൂർവപക്ഷ അനുമാനം നടത്തുന്നത് ശരിയല്ലേ? ശരിയാണ്. ഇവിടെ എന്താ പ്രശ്നം? അവന്റെ രീതിയിലുള്ള അനുമാനം നോക്ക് എങ്ങനെയാ പോകുന്നത് എന്നുള്ളത്. അങ്കുരാദോ താവത് ജീവ കർത്താനുഭവതി. അങ്കുരം, അതായത് ചിത്യങ്കുരം എന്നാ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾക്ക് ഘടാദികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നല്ലാതെ ഒരു അങ്കുരത്തെ ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് നെല്ലിനെ നമുക്ക് വേണമെങ്കിൽ വയലിൽ എറിയാം, അല്ലേ? വെള്ളത്തിൽ കുതിർത്ത് വെക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ അങ്കുരത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അതിൽ നിന്നുള്ള ആദ്യത്തെ നാമ്പ് വരിക എന്നുള്ളത് നമ്മളെ കയ്യിലല്ല. അതിന്റെ കർത്താവ് ആരാ എന്നുള്ളതാണ്. അതേപോലെ ഈ പൃഥ്വി, ഈ പൃഥ്വി ആർക്കുണ്ടാക്കാൻ പറ്റും? പൃഥ്വിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്.
അങ്കുരാദോ താവത് കർത്താ ജീവ കർത്താനം ഭവതി. ജീവൻ ഒരിക്കലും ഈ അങ്കുരാദികളുടെ കർത്താവാവത്തില്ല. ഒന്ന്. രണ്ടാമത്തതിന് ജീവാത് ഭിന്നസ്യ ഘടവത് അചേതനത്വ നിയമാത് അന്യകർത്ത നാസ്തി വേദി വ്യതിരേക നിശ്ചയാത് യത് കാര്യം തത് സകർത്തൃകമിതി വ്യാപ്തിജ്ഞാനാസിദ്ധി. അതിന്റെ ഇടയിൽ ഒരു കോമ വേണ്ട ആവശ്യമില്ല. കാരണം ഈ ഹേതു മുന്നോട്ടേക്കുള്ള കാര്യത്തിന്റെ ഹേതുവാണ് കാണുന്നത്. ജീവാദി ഭിന്നസ്യ എന്ന് പറഞ്ഞാല് ഈശ്വരനെ മാറ്റിവെക്ക്. ഈശ്വരനെ ഇവിടെ ഉപയോഗിക്കുന്നില്ല നമ്മൾ. ആദ്യ ചിന്തന നടത്തുന്നേരം ജീവൻ ജഗത്തിന്റെ കർത്താവുകയോ നടക്കത്തില്ല. ഇനി ജീവനിൽ നിന്ന് ഭിന്നമായിട്ട് ആരേ ഉണ്ടാവത്തുള്ളൂ? ഈശ്വരൻ ഇല്ലെങ്കിൽ ഘടാദി അചേതന വസ്തുക്കളാണ്. ജീവാദ് ഭിന്നസ്യ ഘടവത് അചേതനത്വ നിയമാത്. ജീവനിൽ നിന്ന് ഭിന്നമായിട്ട് ഏത് വന്നാലും ആത്മാവാണ് ജീവൻ. അപ്പൊ ജീവനിൽ നിന്ന് ഭിന്നമായിട്ട് ആര് വന്നാലും എന്തായിരിക്കും? അത് ജഡമായിരിക്കും. ജഡത്തിൽ നിന്ന് കാര്യോത്പത്തി നടക്കുമോ? നടക്കത്തില്ല. ചേതനം വേണം. അപ്പോൾ അചേതനത്വ നിയമാത് അന്യകർത്ത നാസ്തിവേദി വ്യതിരേക നിശ്ചയ. അന്യകർത്ത നാസ്തിവേദി, അന്യനായിരിക്കുന്ന ഒരു കർത്താ ജഗത്തിന് ഇല്ല എന്ന് വ്യതിരേകം നിശ്ചയിക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ അഭാവം നിശ്ചയിക്കാൻ പറ്റുന്നത് കൊണ്ട് എന്ത് പറ്റി? യത് കാര്യം തത് കൃതകമിതി വ്യാപ്തിജ്ഞാനാസിദ്ധി. പൂർവപക്ഷി എന്താ പറഞ്ഞത്? വ്യാപ്തി യത് കൃതകം എന്ന് പറഞ്ഞ കാര്യം തത് സകർത്തൃകം. ഇവിടെ കർത്താവ് ആരാണ് ജഗത്തിന്റെ? നോക്കണ്ടേ? യത് കൃതകം യത് കാര്യം തത് സകർത്തൃകം എന്ന് പറയുമ്പോൾ ഒരു കർത്താവിനെ മുന്നിൽ കണ്ടിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? അന്നപ്പോൾ അനുമാനത്താൽ ഈ കർത്താവിന് സിദ്ധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചർച്ച. അവിടെ ആദ്യം വരുന്ന കർത്ത ജീവനാണ്, ഘടാദികളുടെ കർത്താവ്. ആ ഘടാദികളുടെ കർത്ത ജഗത്തിന്റെ കർത്താവാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടക്കത്തില്ല, സാമർത്ഥ്യമില്ല. ഇനി ആ ജീവനിൽ നിന്ന് ഭിന്നമായിട്ട് ശാസ്ത്രസിദ്ധമല്ലാത്ത ശ്രുതിസിദ്ധമല്ലാത്ത അനുമാന സിദ്ധമായിരിക്കുന്ന ഒരു വസ്തു നിങ്ങൾക്ക് സിദ്ധിക്കാൻ പറ്റൂല എന്നാണ് ഈ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ നോക്കിയ പടിപടിയായിട്ട് എങ്ങനെ പോകുന്നുള്ളത്? ജീവനിൽ നിന്ന് ഭിന്നമാണെങ്കിൽ അത് ജഡമായിരിക്കും. അപ്പോൾ ജീവനും കർത്താവല്ല, ജഡവും കർത്താവല്ലാതെ പോകുമ്പോൾ ജഗത്തിന്റെ കർത്താവ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ടീക്കെ, വ്യതിരേകം നിശ്ചയിക്കപ്പെടുകയാണ്. ഇനി ഭിന്നമായിട്ടൊരു കർത്താവില്ല. ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഏതാണോ കാര്യം അത് സകർത്തൃകമാണ് എന്ന് നിങ്ങൾക്ക് വ്യാപ്തി എങ്ങനെ സിദ്ധിക്കാൻ പറ്റും? എന്ത് പറ്റി? ജഗത്ത് കാര്യമല്ലേ, അവിടെ സകർത്തൃകത്തെ എങ്ങനെ സിദ്ധിക്കും? അനുമാനം വഴി. ഇത് ഒടക്ക് പ്രശ്നമാണിത്. നൈയായികന് ബുദ്ധിമുട്ടൊന്നുമില്ല. നൈയായികൻ ഘടത്തിൽ കാണിച്ചിട്ട് ജഗത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇവര് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആരാണ് കർത്ത? ജീവൻ കർത്താവത്തില്ല, വിചിത്ര ജഗത്താണ്. ഇനി ഈശ്വരൻ നിലനിൽക്കുന്നില്ലെങ്കിൽ അപ്പം പറയും ഈശ്വരൻ ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. ആ ഈശ്വരൻ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് ശ്രുതിയാലല്ലാതെ അനുമാനത്താൽ നിങ്ങൾക്ക് സിദ്ധിക്കാൻ പറ്റൂല എന്നുള്ളതാണ് പ്രമേയം. കാര്യം തത് സകർത്തൃകമിതി വ്യാപ്തിജ്ഞാന സിദ്ധി. വ്യാപ്തിജ്ഞാനമേ സിദ്ധിക്കാൻ പറ്റത്തില്ല. എന്നിട്ടല്ലേ അടുത്ത ലക്ഷണ വഴി, അനുമാനം വഴി ലക്ഷണസിദ്ധി വരാൻ പോകും. ലക്ഷണലിംഗാക അനുമാനേതു ബാധ. ലക്ഷണത്തെ ലിംഗമാക്കിയിട്ട് അനുമാനം നടത്തുകയാണെങ്കിൽ അത് ബാധിക്കപ്പെടും. അതായത് ഇവിടെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ വ്യാപ്തി സിദ്ധിക്കാൻ പറ്റത്തില്ല എന്ന്. അന്നപ്പോൾ സിദ്ധാന്തിയുടെ പൂർവപക്ഷി പറയുന്നതാണ്, ഞങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇതിന്റെ മുന്നേയുള്ള അനുമാനം നോക്ക്. സകർത്ത സർവജ്ഞ ജഗത് കാരണത്വാത്. ജഗത് കാരണത്വം എന്നല്ലായിരുന്നു നിങ്ങളുടെ ലക്ഷണം? ബ്രഹ്മലക്ഷണം എന്താ? ജഗത് ജന്മാദി കാരണത്വം. ഇതല്ലേ സൂത്രത്തിലൂടെ പറഞ്ഞത്? ആ ജഗത് ജന്മാദി കാരണത്വത്തെ ഹേതുവാക്കിയിട്ട് ഞങ്ങൾ അനുമാനം വഴി ഈശ്വരനെ സിദ്ധിച്ചുതരാം. എന്താ തകരാറ്? ഈശ്വരൻ എങ്ങനെയാ? സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനല്ലേ. എങ്ങനെയാ പറയുന്നത്? നിങ്ങൾക്ക് വ്യാപ്തിജ്ഞാനം വഴി കാര്യം സിദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ജഗത്തിന്റെ സ്രഷ്ടാവായിട്ട് ജീവനെ കിട്ടത്തില്ല, മറ്റു വസ്തുക്കൾ ജഡങ്ങളാണ്. അന്നേരം പറയണം അല്ല, ഞങ്ങൾ എന്ത് ചെയ്യും? അനുമാനം വഴി ഈശ്വരൻ സിദ്ധിക്കും. സകർത്ത സർവജ്ഞ ഈശ്വര ജഗത് കാരണത്വാതെന്ന് അനുമാനം നടത്തും. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതാണ് ഇനി പിന്നെയും പൂർവപക്ഷിയുടെ വായിൽ വരുന്നത്. ഇതുവഴി ഞങ്ങൾ നടത്തും. അന്നേരം പറയണം അതും നടക്കത്തില്ല. എന്ത് പറ്റും? ബാധ എന്ന് പറയുന്ന അർത്ഥം സാധ്യാഭാവം നിശ്ചയിക്കപ്പെടും. അതെങ്ങനെയാ? ഈ അനുമാനം വഴി സാധ്യം കിട്ടുന്നവരെ സാധ്യഭാവമാണ് നിശ്ചയിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അത് കാണിച്ചു തരാം. അശരീരസ്യ ജന്യജ്ഞാനയോഗാത്. ജഗത്തിനെ സൃഷ്ടിക്കാനുള്ള ജ്ഞാനം നിത്യജ്ഞാനമല്ലല്ല. നിത്യജ്ഞാനായിരുന്നുവെങ്കിൽ ജഗത്ത് എപ്പോഴും സൃഷ്ടിക്കപ്പെടും. ജന്യജ്ഞാനമാണ്. ജന്യജ്ഞാനമാണെങ്കിൽ എവിടെ സംഭവിക്കത്തുള്ളൂ? ഉള്ളവനിൽ മാത്രമേ ജന്യജ്ഞാനം സംഭവിക്കത്തുള്ളൂ. ഇതാണ് സിദ്ധാന്തി കൊടുക്കുന്ന യുക്തി. അപ്പോൾ ഈശ്വരനാണെങ്കിൽ ശരീരം ഇല്ലതാണ്. അപ്പൊ അശരീരിക്ക് എവിടെ നിന്നാണ് ജന്യജ്ഞാനം സംഭവിക്കുക? ജന്യജ്ഞാനമാണല്ലോ പ്രളയത്തിന് ശേഷം ഞാൻ ഈ ജഗത്ത് ഉണ്ടാക്കട്ടെ എന്നുള്ള ജ്ഞാനം. അത് ജന്യജ്ഞാനമായതിനാൽ അശരീരിക്ക് സംഭവിക്കത്തില്ല.
അശരീരസ്യ ഈശ്വരസ്യ ജന്യജ്ഞാന യോഗാത് യജ്ഞാനം തത് മനോജന്യമിതി വ്യാപ്തി വിരോധേന. ഏതെന്നാണോ ജ്ഞാനം അത് ഏതിൽ നിന്ന് ജനിക്കുന്ന? മനസ്സുകൊണ്ടേ ജനിക്കത്തുള്ളൂ. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ എന്ത് പറ്റും? ശരീരം വരും. അശരീരിക്ക് എവിടുന്നാ മനസ്സ്? മനസ്സില്ലെങ്കിൽ എവിടുന്നാണ് ജന്യജ്ഞാനം ഉണ്ടാവുക? ജന്യജ്ഞാനം ഇല്ലെങ്കിൽ എവിടുന്നാണ് സൃഷ്ടി ഉണ്ടാവുക? സൃഷ്ടി നടക്കുന്നില്ലെങ്കിൽ എവിടുന്നാണ് ഈശ്വരൻ കാരണമാവുക? എന്നാണ് പരമ്പരയിലൂടെ കണ്ടം നടക്കുന്നത്. ഇതി വ്യാപ്തി വിരോധേന യജ്ഞാനം തത് മനോജന്യമിതി വ്യാപ്തിക്ക് വിരോധം നേരിടുന്നതിനാൽ, സോറി, ജന്യമിതി ഏത് വ്യാപ്തി? യത് കൃതകം തത് സകർത്തൃകം എന്നുള്ള വ്യാപ്തിക്ക് വിരോധം നേരിടുന്നതിനാൽ നിത്യജ്ഞാനാസിദ്ധേർ ജ്ഞാനാഭാവ നിശ്ചയാത് നിത്യജ്ഞാനം സംഭവിക്കത്തില്ല എന്നുള്ളതിനാൽ. എന്തുകൊണ്ടാ? ശരി, എവിടെ എങ്ങനെ എണ്ണീച്ചാൽ മതി കേട്ടോ. യജ്ഞാനം തത് മനോജന്യമിതി, ഏതെന്നാണോ ജ്ഞാനം അത് മനസ്സിനാൽ ജനിക്കുമെന്ന് ഉള്ളതിനാൽ ഈ ഒരു വ്യാപ്തിക്ക് വിരോധമാണെന്ത്? നിത്യജ്ഞാനം എന്നുള്ളത്. നിത്യജ്ഞാന അസിദ്ധേർ, ഏതെന്നാണോ ജ്ഞാനം അത് മനോജന്യമായിരിക്കും. മനസ്സ് ശരീരം ഉണ്ടെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിത്യമായിരിക്കുന്ന ഒരു ജ്ഞാനം സിദ്ധിക്കപ്പെടുമോ? മുന്നോട്ട് പറയുന്നത് നിത്യജ്ഞാന അസിദ്ധിക്ക് കാരണമാണെന്ത്? വ്യാപ്തി. നിത്യജ്ഞാന അസിദ്ധിക്ക് കാരണമാണ് വ്യാപ്തിയുടെ വിരോധം. ഏതാണ് വ്യാപ്തി വരുന്നത്? യജ്ഞാനം തത് മനോജന്യം, ഏതെന്നാണോ ജ്ഞാനം അത് മനോജന്യമായിരിക്കും. അപ്പം മനസ്സ് വേണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. അപ്പൊ എന്ത് പറ്റും? നിത്യമായിരിക്കുന്ന ഒരു ജ്ഞാനം ഉത്പന്നാവത്തില്ല. അപ്പൊ നിത്യജ്ഞാനത്തിന്റെ വിരോധം എവിടെ നേരിടുന്നുണ്ട്? ഈ വ്യാപ്തിയായിട്ട് നേരിടുന്നുണ്ട്. ഏതാണ് വ്യാപ്തി? ഏതെന്നാണോ ജ്ഞാനം അത് മനോജന്യമായിരിക്കും എന്നുള്ള വ്യാപ്തി. ഈ വ്യാപ്തിക്ക് വിരോധമുള്ളതിനാൽ, ഈ വ്യാപ്തിയുമായിട്ട് വിരോധമുള്ളത് കൊണ്ട് നിത്യജ്ഞാനം സംഭവിക്കത്തില്ല. നിത്യജ്ഞാന സിദ്ധേർ. അപ്പൊ എന്ത് പറ്റും? ജ്ഞാനാഭാവ നിശ്ചയാത് ഈശ്വരജ്ഞാനം എന്ന് പറഞ്ഞൊരു നിത്യജ്ഞാനം സിദ്ധിക്കാനേ പറ്റത്തില്ല. തസ്മാത്, അതുകൊണ്ട് അന്നപ്പം എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഈശ്വരനെ എങ്ങനെ സിദ്ധിക്കും? ഇങ്ങനെ പറയാണ്, അതീന്ദ്രിയാർത്ഥേ ശ്രുതിരേവ ശരണം. അതീന്ദ്രിയമായിരിക്കുന്ന ഒരു അർത്ഥസിദ്ധിക്ക് ശ്രുതിയെ ആശ്രയിക്കുക എന്നല്ലാതെ അനുമാനം വഴി നമ്മൾക്ക് സിദ്ധിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. ജഗത് മിഥ്യ എന്ന് പറയുന്നതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? മിഥ്യ എന്ന് പറയുന്നതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബേസിക് ആണ് ചോദിക്കുന്നത്. അസത് ഭാസമാനം തൻ മിഥ്യ എന്ന് പറയും. ഏതെന്നാണോ ഇല്ലാഞ്ഞിട്ടും നമ്മൾക്കിടെ ജ്ഞാനത്തിന് വിഷയമാവുന്നത് അതാണ് മിഥ്യ. കയറിലെ സർപ്പം ഇല്ലാഞ്ഞിട്ടും നമ്മളുടെ ജ്ഞാനത്തിന് വിഷയമാവുന്നത് കൊണ്ട് അത് മിഥ്യ. ഏതസത് ഇല്ലാഞ്ഞിട്ടും ഭാസിക്കുകയാണത്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരു വസ്തു ഇല്ലേ ഇല്ല. അപ്പൊ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ജഗത്തൊന്നും ഇല്ലാത്ത വസ്തുവാണോ? ഇത് മനസ്സിലാക്കാൻ വലിയ പാടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ മനസ്സിലാവുന്നത് ഈ കാണുന്ന ജഗത്ത്, ഇതിന് ആൾക്കാരും ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഈ ജഗത്തല്ലേ പറയുന്നത്? അതല്ലേ ജഗത്ത്? ആ ജഗത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? നമ്മൾക്ക് ഈ ക്ലാസ്സിൽ ഇപ്പം സംസാരിക്കുന്ന പോലെ നമ്മൾക്ക് സ്വപ്നത്തിൽ ഇങ്ങനത്തെ ഒരു ലോകം കാണാൻ പറ്റുമോ? സെയിം ആയിട്ട് സ്വപ്നത്തിൽ പലതും കാണല്ലോ. കാണാലോ. ജഗത്ത് മാത്രമല്ല, പലതും കാണല്ലോ. കാണപ്പെടുന്നത് ബ്രഹ്മമാണോ? അല്ല, അത് നമ്മൾ ശരിക്കുള്ള ബുദ്ധി വർക്ക് ചെയ്യാത്ത സമയത്തല്ലേ, ഉറങ്ങുന്ന സമയത്തല്ലേ ജഗത്ത് സ്വപ്നം എന്ന് പറയുന്നത്. ശരിക്കുള്ള ബുദ്ധി ഉണ്ടോ ഇല്ലയോ ഇവിടെ ചോദിച്ചിട്ടില്ല. നമ്മൾക്ക് എത്രയേ ഉള്ളൂ ചോദിക്കുക എന്ന് പറഞ്ഞാല്, നമ്മുടെ ആ സ്വപ്ന സ്ഥലത്ത് നിങ്ങളോട് ഒരാൾ പറയാണ് നിങ്ങൾ കാണുന്നത് സ്വപ്നമാണ് എന്ന്, സമ്മതിച്ചു കൊടുക്കുവോ? എങ്ങനെ? ഒന്നും കൂടി പറയാം. നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നത്തിൽ തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ അവിടെ ഒരാൾ വന്ന് പറഞ്ഞു, ഇടോ ഇത് സ്വപ്നമാണ്, ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. തിരിച്ച് അവനോട് എന്താ പറയാ? അവനോട് ഇതേ ന്യായം ഉന്നയിക്കും. ഏത്? ഈ കാണുന്ന സൂര്യൻ രാവിലെ എഴുന്നേറ്റില്ലേ, കുളിച്ചില്ലേ, ജപിച്ചില്ലേ, ഈ സൂര്യൻ പിന്നെ എങ്ങോട്ട് പോകുന്ന അവനോട് ശടിക്കും അല്ലേ? അത്രേ ഉള്ളൂ ഈ ശാഠ്യം. വളരെ സിമ്പിൾ സംഭവമാണിത്. പക്ഷേ ഇതെങ്ങനെ ഈ കാര്യങ്ങൾ തലയിൽ കയറിയാൽ പോലും ജഗത്തിലെ മിഥ്യാത്വ ബുദ്ധി ദൃഢമാവണമെങ്കിൽ അവർക്ക് അധിഷ്ഠാന ജ്ഞാനം വേണം. അതുവരെ ശാസ്ത്രജന്യമായിരിക്കുന്ന മിഥ്യാത്വ ബുദ്ധിയുള്ളൂ. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ചിലർക്ക് കാര്യം കറക്റ്റ് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവാതെ പോകും. അപ്പോൾ പോലും, അതായത് ജ്ഞാനിക്ക് പോലും ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടും ജഗത്തിന്റെ മിഥ്യാത്വ നിശ്ചയം നടന്നിട്ട് പോലും വ്യവഹാരം അതേപടി പോകും. നമ്മൾക്കും വ്യവഹാരം അതേപടി പോവും. കൂടുതലായിട്ട് അതിലെ താതാത്മ്യവും നിലനിൽക്കും. ജ്ഞാനിക്ക് ഈ താതാത്മ്യം നിലനിൽക്കുന്നില്ല. ഈ ഭ്രമം മാറിക്കിട്ടാനാണ് പാട്. ഇത്രയും ആസാനി സിമ്പിൾ പരിപാടി ആയിരുന്നു എങ്കിൽ എത്ര ബ്രഹ്മജ്ഞാനികൾ ഓടി നടന്നതിന് ഈ പറയുന്ന ഉരുക്കന്മാരെല്ലാം ജ്ഞാനിയാകൂലായിരുന്നു. ഇവിടെ കിട്ടിയോ? ഇത് അത്രയൊന്നും സുഖകരമായി ഓടുന്ന, അതാണ് പറയുന്നത് നമ്മൾ ജഗത്തിലെ സത്യത്വ ബുദ്ധിയാണ് നിങ്ങളെ വേദാന്ത വിചാരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന മാർഗങ്ങളിലേക്ക് നയിക്കുന്നത്. അതായത് ഉപാസന നടത്തുമ്പോൾ ആരാ ചെയ്തത്? ഞാൻ. ഫലം എനിക്ക്. ഇങ്ങനെ ഒരു അസ്തിത്വം, തന്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് ഉപാസന വരുന്നത്. ഞാൻ ഇന്ന് ചെയ്തില്ല,
അപ്പോൾ എന്റെ അസ്തിത്വം നിലനിർത്തിയിട്ട. അപ്പൊ വേദാന്തിയെ സംബന്ധിച്ചോ, അതായത് അധിഷ്ഠാനം ബ്രഹ്മം മാത്രം സംസാരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവം? അവിടെ ഞാൻ എന്നുള്ള ജീവന്റെ അസ്തിത്വം മാറ്റിക്കൊണ്ട് ബ്രഹ്മ അസ്തിത്വം വെച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ജഗത്ത് നിലനിൽക്കത്തില്ല. അപ്പം ഇന്നലെ സംസാരിക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, ഈ അധിക ഉപാസന കണ്ടനം നടത്തേണ്ട, അവരുടെ ആകെയുള്ള ആശ്രയമാണത്. പക്ഷേ നിങ്ങൾക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഇനിയിപ്പോൾ അധിഷ്ഠാന ബ്രഹ്മമേ ഉള്ളൂ വിചാരണ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും ഉപാസന ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവൻ ഉപാസന ഒഴിവാക്കും. സ്വാമിജി, ഈ ഉപാസനയിൽ പെടുന്നല്ലേ നിധിധ്യാസം, ഇത് നമ്മള് പ്രാണായാമം, വട്ടം പറഞ്ഞതാണ്. അതായത് ശ്രവണവും മനനവും മനനവും നിധിധ്യാസം, ജ്ഞാനമാണ് പിന്നെ നിധിധ്യാസനം. അതായത് നിങ്ങളിപ്പോ അടുത്ത ഇതിൽ വരും, ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചിരം യാവന്ന വിമോക്ഷാദ സത്സമ്പത്തി. ആചാര്യൻ ആർക്കാണോ ഉള്ളത് അവനാണ് ആചാര്യവാൻ. അവൻ മാത്രമേ വസ്തുവിനെ അറിയത്തുള്ളൂ. അവിടെ ഗുരു എന്നുള്ള ശബ്ദമല്ല കൊടുത്തത്, ആചാര്യ ശബ്ദമാണ് കൊടുത്തത്. ആചാര്യവാൻ പുരുഷോഭേദ, ആചാര്യൻ ആർക്കാണോ ഉള്ളത് അവനാണ് വസ്തുവിനെ അറിയുന്നത്. എന്നിട്ടോ തസ്യ താവദേവ ചിരം, അവൻ അത്രയും കാലം ജീവിക്കും. അത് സത്സമ്പത്തി എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം നഷ്ടപ്പെടുന്ന കാലത്തോളം ജീവിച്ചിട്ട് പ്രാരബ്ധനാശത്തോടുകൂടി ബ്രഹ്മൈക്യം പ്രാപിക്കും. അവിടെ ആചാര്യൻ ആർക്കാണോ ഉള്ളത് എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഗുരു ആർക്കാണോ ഉള്ളതെന്നല്ല. അതെന്തുകൊണ്ടാ? ഇത് ശാസ്ത്ര പരമ്പരയാണ്. ശ്രവണം കൊണ്ട് മാത്രമേ ജ്ഞാനം ഉത്പന്നമാക്കുള്ളൂ, അല്ലാതെ തലവത്തിൽ നിന്നാ നടക്കുന്ന പരിപാടി അല്ല എന്നുള്ളത് കൊണ്ടാണ് ആചാര്യ ആചിനോതി ശാസ്ത്രാർത്ഥം, ശാസ്ത്രാർത്ഥം ആചിനോതി ആചാര്യ സ്ഥാപയത്യതി സ്വയം ആചരതേ യസ്മാത് തം ആചാര്യം പ്രചക്ഷതേ. വെറും ഇത്ര പെട്ടെന്നൊന്നല്ലല്ലോ, ഇത് ബ്രഹ്മസൂത്രത്തിലായി നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം വേണം, നമ്മൾ ഇവിടെ ഇപ്പോൾ ക്ലാസ് കൊണ്ടുവന്ന് അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ചുള്ള ജീവിതവും എന്ന് പറഞ്ഞാൽ ഉപാസന ചെയ്യേണ്ട എന്നല്ല തുടക്കക്കാർ ചെയ്തോ, പക്ഷെ ഉപാസന അല്ല ലക്ഷ്യത്തിലെത്തിക്കുന്നതെന്നും ഉപാസനയുടെ ലക്ഷ്യം പോലും ലോകാന്തർഗതമാണെന്നുള്ളതിനാൽ അവിടെ വൈരാഗ്യം വരുമ്പോൾ മാത്രമേ എന്തിനു പറ്റത്തുള്ളൂ? ജ്ഞാനത്തിന് ഉപകരിക്കത്തുള്ളൂ. ഏത് ഉപാസന എങ്ങനെ ജ്ഞാനത്തിന് ഉപകരിക്കുക? ഉപാസന അന്ധക്കരണം ശുദ്ധമാക്കിയിട്ട് ജ്ഞാനത്തിന് ഉപകരിക്കും എന്നല്ലാതെ ഉപാസന നേരിട്ട് ഒരു കാര്യത്തിന് ഉപകരിക്കില്ല. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനായിട്ട് ഉപകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലെങ്കിൽ ഉപാസനയുടെ ഫലം തത്വത്തിൽ ലോകപ്രാപ്തിയുള്ളൂ. പിന്നെയുണ്ട് ഒരു ഇത് പറയട്ടെ, ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ. ഇപ്പോ നമ്മളെ ഈ ആദിവാസികളൊക്കെ ഉണ്ട്, അവർക്ക് ജ്ഞാനം അല്ല, ബേസിക് ആയിട്ട് ഒരു ഉപാസന ഇല്ലെങ്കിൽ മറ്റേ ഈ വിദ്യാഭ്യാസമോ ഇതോ ഒന്നും ഇല്ലെങ്കിൽ അതൊന്നെയാണ് ഉപാസന എന്ന് പറയുന്നത്. രാവിലെ എന്തെങ്കിലും എണീക്കുക, രാവിലെ കറക്റ്റായിട്ട് അവന്റെ നിത്യകർമ്മങ്ങൾ ചെയ്യുക, അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ജ്ഞാനം ഉണ്ടാവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പും കൂടി ഉണ്ടാവുന്നില്ലല്ലോ. ജ്ഞാനം ഉണ്ടാവുന്നുണ്ടെന്നോ? ആ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ, അല്ല ജ്ഞാനം മീൻസ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ്. ബേസിക് നോളജിനെ കുറിച്ചല്ലല്ലോ ഇവിടെ പറയുന്നത്. അല്ലല്ല പറയാ, അല്ല അത് വെച്ചിട്ടുള്ള തുടക്കം. അല്ല, അവിടെയും ശബ്ദപ്രയോഗം നടക്കുന്നതും കണ്ടിട്ടും കേട്ടിട്ടല്ലേ ഞാൻ ഉണ്ടാകുന്നത്. പ്രമാണങ്ങളിൽ നിന്നല്ലേ പ്രമേയം ഉത്പന്നമാകത്തുള്ളൂ. കണ്ടിട്ടും കേട്ടിട്ടും പ്രാക്ടീസും ഉണ്ട്. സ്നവന മനന നിത്യ. ഇതിൽ ചോദ്യം എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ അങ്ങോട്ടാ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സംക്ഷേപമായിട്ട് പറയണം. അല്ല, നമ്മളിപ്പോ പറയാണ്, ഇപ്പൊ ഒരു ബേസിക് ആൾക്കാർ പറയാം, ഇപ്പൊ ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ജ്ഞാനവും ഇല്ല. അവർക്ക് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ, ജ്ഞാനം വരണമെങ്കിൽ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നിത്യകർമ്മങ്ങളും ഇതും അതൊക്കെ ചെയ്തിട്ടല്ലേ. ആര് പറഞ്ഞു? നിങ്ങൾ എവിടെ ഉന്നയിക്കുന്നത്? ബ്രഹ്മാകാര വൃത്തി അല്ലല്ലോ, ജഗതാകാര വൃത്തിയല്ലേ. ജഗതാകാര വൃത്തിക്ക് എന്തിന്റെ ആവശ്യം? അതായത് നമ്മൾക്കൊരു തോന്നിച്ചുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഇന്നലെ ഈ സാമാന്യമായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ അവിടുത്തെ ഞങ്ങളെ സ്വാമി അങ്ങനെ ശ്രീവിദ്യാഭാസന എന്ത് ഇത്ര ധനം ഉണ്ടാക്കിയത്? സന്യാസിയായിട്ട് ധനം ഉണ്ടാക്കാനായിട്ട് തന്നെ ഇറങ്ങിയത്. അതൊക്കെ തെറ്റാണ്. അപ്പം ഉപാസനയ്ക്ക് ഫലമില്ല എന്നല്ല, അതിന് ഫലമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് തെക്കോട്ട് പോകാൻ ഇരിക്കുന്നവൻ വടക്കോട്ടിലെ വണ്ടി കയറിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അന്നപ്പോൾ ഈ ഏത് ജീവനാണെങ്കിലും സാമാന്യജ്ഞാനം അവന്റെ ഇന്ദ്രിയങ്ങളാൽ ഉണ്ടായിക്കോളും. ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. കർഷകനും പാംസുപാദകസ്യ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാ, അതിന് ജ്ഞാനമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ വിശേഷമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് വഴിയിലുടനീളം ഗുരുക്കന്മാരെ കിട്ടും. അതല്ല ഇവിടെ ഇപ്പോൾ ശാസ്ത്രീയമായിരിക്കുന്ന ഒരു ജ്ഞാനം ജനിക്കാൻ വേണ്ടിയാണ് ശാസ്ത്രത്തിന്റെ ആവശ്യം വരുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ നമോ നാരായണ ഹരി.